വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംബിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. അനർപ്പിതചരീം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതുമുന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയം. ഹരിപുരട സുന്ദര ദ്യുതി കഥം വസന്തി പിതഃ സദാ ഹൃദയ കന്തരേ സുരതൂവാ സച്ചിനന്ദനഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമുക്ക് നാമം ജപിക്കാം. ആര് നാമം ജപിക്കുന്നു? ആരെങ്കിലും ജപിക്കുന്നോ? ട്രൈ ചെയ്യുന്നു? ഹരേ കൃഷ്ണ. എന്നാ ഞാൻ തന്നെ ജപിക്കാം. നമോ വിഷ്ണു പാദായ കൃഷ്ണപ്രേഷ്ഠ. കുമാരി മാതാജി ജപിക്കുന്നോ? ജപിക്കാം മാതാജി. ഓക്കെ. അപ്പൊ ആദ്യം ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. നീ ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. മാതാജി ഇതില് അൺമ്യൂട്ട് ചെയ്യാനുണ്ടോ? ഇല്ല, കേൾക്കാലോ ഞങ്ങൾക്ക്. കേൾക്കാനും ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ.
हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे,
Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Hare Krishna. Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Sri Vasadi Gaure Bhaktavrinda. Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare. Krishna 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 Hare Hare, Hare Rama Hare Hare Hare. Krishna 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 Hare Hare, Hare Rama Hare Hare Hare. Krishna Krishna Hare. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, നന്നായിട്ട് ചൊല്ലി. എല്ലാവരുടെയും കയ്യിൽ മാലയുണ്ടല്ലോ അല്ലേ? ആർക്കെങ്കിലും ജപമാല ഇല്ലാതെ ഉണ്ടോ? മാല ഉണ്ട് മാതാജി, മാലയുണ്ട്. മാല ഈ ഇനീഷ്യേഷൻ കിട്ടുന്നതിന് മുമ്പ് തുളസിമാല യൂസ് ചെയ്യല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന കാണുമായിരിക്കും. പിന്നെ ഉള്ളി, വെളുത്തുള്ളി നോൺ വെജ് കഴിക്കില്ല. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ദീക്ഷ തരുന്നത് വരെയും നമ്മൾ ഉപയോഗിക്കേണ്ട മാല വേപ്പിന്റെ മാലയാണ്, വേപ്പിന്റെ മുത്തുകളാണ്.
അത് വേണം എന്ത് use ചെയ്യാൻ. മാതാജി മനസ്സിലായില്ല, എന്ത് മുത്താണ്? വേപ്പിലൊക്കെ ഇട്ടിട്ടില്ല, വേപ്പ്. ആ ആ ഞാൻ വേപ്പിന്റെ തുളസിമാലയാണ് ഉപയോഗിക്കുന്നത്. തുളസിമാലയാണ് ഉപയോഗിക്കുന്നത്. തുളസിമാലയാണ് ഉപയോഗിക്കുന്നത്. ആണോ? ആ തുളസിമാല യൂസ് ചെയ്യുന്ന സാധാരണ നമ്മൾക്ക് ദീക്ഷ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താന്ന് ആ വെച്ചാൽ നമ്മൾക്ക് കുറച്ച് അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടാവും. നമുക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല, ആ വെളുത്തുള്ളി ഉള്ളിയും കഴിക്കാൻ പാടില്ല എന്നുണ്ട് ആ അതിന്റെ കൂടെ തന്നെ. പിന്നെ നമ്മള് ഇത് എന്താ, മുട്ടയൊന്നും കഴിക്കാൻ പാടില്ലേ. പിന്നെ ഇല്ല. നമ്മള് പരസ്ത്രീകള് പരപുരുഷനായിട്ട് ബന്ധം പാടില്ല. പിന്നെ പറയും നമ്മള് ലഹരി പദാർത്ഥങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഗാംബ്ലിങ്, ചൂതുകളി അങ്ങനത്തെ ഒന്നും പാടില്ല എന്ന് പറയും. ഓക്കെ, നമ്മൾക്കൊക്കെ ഈ 3 കാണില്ല. നമുക്ക് ജസ്റ്റ് നോൺ വെജ് ആണ് എല്ലാവർക്കും പറ്റാത്തത്, അവോയ്ഡ് ചെയ്യാന്. അപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്നവര് തുളസിമാല യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പം നോൺ വെജ് കഴിക്കുന്നില്ലെങ്കിൽ തുളസിമാല കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ, കുഴപ്പമില്ല. ശരി മാതാജി. ആ പിന്നെ ഇത് തുളസിമാല, ഈ മാല എടുത്തോണ്ട് ബാത്റൂമിലും ഒന്നും പോകാൻ പാടില്ല. വളരെ വളരെ ശുദ്ധമായിട്ട് വെക്കണം. അതിനാണ് ഇങ്ങനെ ഒരു സഞ്ചിയിൽ വേണം വെക്കാന്. ഉണ്ടോ മാതാജിയുടെ കയ്യില് സഞ്ചി? സഞ്ചിയില്ല മാതാജി, ആ സഞ്ചിയില്ല. ഈ സെന്ററിൽ വാങ്ങാൻ കിട്ടും. ഏതെങ്കിലും ഒരു ഇസ്കോൺ സെന്ററിൽ പോയാൽ വാങ്ങാൻ കിട്ടും. എനിക്ക് എവിടെയാണ് മാതാജി താമസിക്കുന്നേ? ഞാൻ ഇപ്പൊ ഉള്ളത് എറണാകുളത്താണ്. ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്. ആണല്ലേ? അപ്പൊ അവിടെ ഏതെങ്കിലും ഇസ്കോൺ സെന്ററിൽ പോയാൽ കിട്ടുമായിരിക്കും. ചിലപ്പോ അമ്പലങ്ങളുടെ നടയിലും കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചിലപ്പോ ചോറ്റാനിക്കരയുടെ അമ്പലത്തിലോ. ഇന്നലെ ഗുരുവായൂർ പോയായിരുന്നു, സപ്താഹം ഉണ്ടായിരുന്നു. ആണോ? ആചാര്യൻ ആചാര്യൻ ഗുരുവായൂരിൽ കിട്ടും ഷുവർ ആയിട്ട്. എവിടെ പോണം എന്നറിയാമോ? ജയപതാക സ്വാമി സ്റ്റോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോൾ ഉണ്ട്. നമ്മളുടെ ഊട്ടുപുരയില്ലേ, അവിടെ കഴിക്കുന്ന സ്ഥലം, അതിന്റെ തൊട്ട് അടുത്തായിട്ടാണ് ജയപതാക സ്റ്റോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ പോയാല് കിട്ടും, എല്ലാ ഇസ്കോണിന്റെ സംഗതികളും അവിടെ കിട്ടും. അപ്പൊ അവിടെ പോയാല് കിട്ടും മാതാജിക്ക്. അതിന്റെ അകത്ത് വാങ്ങിച്ചിട്ട് അതിനൊരു ഇതുപോലത്തെ ഒരു വള്ളിയുമുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ അകത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആണിയിൽ തൂക്കി വെച്ചാൽ മതി. നാമം ജപിക്കുന്ന സമയത്ത് മാത്രം എടുക്കുക. ഇപ്പം നോക്കൂ, നമ്മൾ ഓരോ ബീഡ് നമ്മൾ മനസ്സിൽ വിചാരിക്കണം അത് എന്താ, ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങളാണ്. അപ്പൊ നമ്മൾ ഓരോ ബീഡില് ഹരേ കൃഷ്ണ എന്ന് പറയുന്നത് നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ പാദത്തിൽ തൊട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നുള്ള വിചാരം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഒരു സ്മരണ കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ നല്ല ഇത് കിട്ടും, നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ അത് ഒരു ടിപ്പാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്പുകൾ പറയും എങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാം എന്നുള്ളത്. അപ്പൊ പ്രഭുപാദ് പറയുന്നത് എപ്പോഴും നമ്മള് ചൊല്ലുന്നത് നമ്മളുടെ ചെവി കൊണ്ട് കേൾക്കണം. അപ്പൊ നമ്മളുടെ മനസ്സ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ കേൾക്കുന്നതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേറെ സ്ഥലത്തോട്ട് പോകില്ല നമ്മുടെ മനസ്സ്. അല്ലെങ്കിൽ നമ്മൾ ഇത് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് എന്താ കറി വെക്കേണ്ടത്, ഇന്ന് എനിക്ക് ഇന്ന ജോലികൾ ചെയ്യാനുണ്ടല്ലോ ഓഫീസിൽ പോകുമ്പോഴും, ഇങ്ങനത്തെ ഒക്കെ ചിന്തകൾ നമുക്ക് വരും. അപ്പൊ ആ ചിന്തകൾ വരാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രവിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മൾ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ചെവി ശ്രദ്ധിക്കണം. അപ്പൊ ആ ചെവി കൂടി അത് കയറി പോകുന്നതായിട്ട് ശ്രദ്ധിക്കണം. ഈ കൃഷ്ണനും കൃഷ്ണന്റെ നാമവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണന്റെ നാമത്തിൽ കയറി വന്നിരിക്കുന്നത്. ഞങ്ങള് പകല് സമയത്ത് ക്ലാസ് എടുക്കുന്നതിൻ്റെ അകത്ത് ശിഷ്ടാഷ്ടകം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഓരോ വേഴ്സ് ശിഷ്ടാഷ്ടകത്തില് ഞങ്ങൾ ഇങ്ങനെ
പറയുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, രണ്ടാമത്തെ വേഴ്സ് ശിഷ്ടാഷ്ടകത്തിൽ പറയുന്ന നാംനാം അകാരി ബഹുദാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലഹ ഏതാദൃശി തവാ കൃപ ഭഗവാൻ മമാപി ദുർദൈവം ഈ ദൃശ്യം ഇഹാജനി നാനുരാഗ എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ എല്ലാ ശക്തികളും ഭഗവാന്റെ നാമത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൃഷ്ണന്റെ നാമം ജപിക്കുമ്പം കൃഷ്ണന്റെ ശക്തി ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം കൃഷ്ണന് എന്ത് നമ്മൾക്ക് തരാൻ പറ്റുന്നോ അതെല്ലാം കൃഷ്ണന്റെ നാമത്തിനും തരാൻ പറ്റും. അപ്പൊ നമ്മള് അയ്യോ നമ്മൾ ദ്വാരക യുഗത്തിലല്ലായത് കഷ്ടമായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ നമുക്ക് കൃഷ്ണനെ നേരിട്ട് കാണാമായിരുന്നല്ലോ എന്ന് നമ്മൾക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? കൃഷ്ണൻ തന്നെയാണ് നാമം. കൃഷ്ണന്റെ നാമവും കൃഷ്ണനുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ നമ്മള് ഓരോ മുത്ത് ജപിക്കുമ്പോഴും നമ്മൾ അത് ചൈതന്യ മഹാപ്രഭു ആരാണ് അറിയാമോ? ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാന് ഇവിടുന്ന് പോയി, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തിരിച്ച് ഗോലോകത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് നോക്കുമ്പോൾ അടുത്ത കലിയുഗമാണ്. ഭഗവാൻ പോയപ്പോ പിന്നെ കലിയുഗമായി. അപ്പൊ 4500 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ നോക്കുമ്പം കലിയുഗത്തിന്റെ പ്രഭാവം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. എല്ലാവരും കലിയുഗത്തിന്റെ ക്ലേശങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് കാണും. അപ്പൊ കരുണമയനായ കൃഷ്ണൻ എന്ത് വിചാരിക്കും? ഞാൻ ഒന്ന് പോകാം താഴെ പോയിട്ട് ഒന്നും കൂടി അവർക്ക് ഒരു ഭക്തന്റെ രൂപത്തിൽ വന്ന് എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ തിരിച്ചു വന്നു. ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ്, പക്ഷേ ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ 10 അവതാരങ്ങളുടെ അകത്ത് ചൈതന്യ മഹാപ്രഭുവിനെ പറയാത്ത എന്താന്ന് വെച്ചാൽ ഗുപ്ത അവതാരമാണ്. എന്നുവെച്ചാൽ ഒരു സീക്രട്ട് അവതാരമാണ്, ഒരു ഭക്തനാണെന്നേ പറഞ്ഞുള്ളൂ. ചൈതന്യ മഹാപ്രഭു ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കൃഷ്ണനാണ് എന്നുള്ള. വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ കൃഷ്ണൻ തന്നെയാണെന്ന്. മറ്റേത് കൃഷ്ണനല്ല, ഞാൻ ഭക്തനാണ് കൃഷ്ണന്റെ എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. എന്തിനാ വന്നത്? ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ. ബാക്കി ഏത് ഇതിനെക്കാട്ടിലും ഏറ്റവും പവർഫുള്ള് ഹരിനാമം ജപിക്കുന്നതാണ്, കൃഷ്ണന്റെ നാമം ജപിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ കൃഷ്ണന്റെ നാമം നമ്മൾ ജപിച്ച് അങ്ങനെ നല്ല കോൺസെൻട്രേഷനോടെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൃഷ്ണ പ്രേമം ലഭിക്കും. അത് വേറെ ഒരു പ്രോസസ് കൊണ്ടും വേറെ ഒരു പ്രക്രിയ കൊണ്ടും നമ്മൾക്ക് ഭഗവാന്റെ കൃഷ്ണ പ്രേമം അത്ര എളുപ്പം കിട്ടില്ല. തപസ്സൊക്കെ ചെയ്യണമെങ്കിൽ എത്രയോ 10,000 20,000 ചിലവർ 60,000 ഇയേഴ്സ് തപസ് ചെയ്തിട്ടാണ് കൃഷ്ണനെ കാണാൻ പറ്റിയത്. അപ്പൊ അതുപോലെ ആയിരുന്നു സത്യയുഗത്തില് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 100,000 എന്ന് പറഞ്ഞാൽ 1,00,000 മനുഷ്യന്റെ ആയുസ്. അപ്പൊ അതില് 60,000 തപസ്സിന് ഉപയോഗിച്ചാൽ ഓക്കെ, എന്നാലും 40,000 വർഷങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് ഇറ്റ് വാസ് പോസിബിൾ. ഇന്ന് നമ്മൾക്ക് 100 വയസ്സ് വരെയും ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അല്ലേ. അപ്പൊ അവർക്ക് തപസ് ചെയ്യാന്ന് പറയുന്ന നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് മഹാപ്രഭു വന്നിട്ട് നിങ്ങൾ നാമം ജപിച്ചാൽ മതി, കലിയുഗത്തില് നിങ്ങൾ നാമം ജപിച്ചാല് ബാക്കിയുള്ള യുഗങ്ങളിൽ ചെയ്ത സെയിം ഫലം കിട്ടും. അവര് 60,000 വർഷം കൊണ്ട് ചെയ്തത് നിങ്ങൾക്ക് 60 വർഷം പോലും വേണ്ട. നിങ്ങൾ നല്ല കോൺസെൻട്രേഷനോട് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ്ലി സദ്യോ എന്നാണ് പറയുന്നത്, നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഭഗവാന്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ജപിക്കുമ്പോൾ നമ്മൾ കേൾക്കണം. കൃഷ്ണനും നാമവും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ എന്ന് നാക്ക് വെച്ച് പറയുമ്പം കൃഷ്ണൻ ആ നാക്കിൽ ഇങ്ങനെ ഇരുന്ന് ഡാൻസ് ചെയ്യാണ് അല്ലേ. നമ്മൾ
നാക്ക് പൊങ്ങും താഴും പൊങ്ങും താഴും. അപ്പൊ കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണന്റെ നാമം. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ ഡാൻസ് ചെയ്യാണ് നമ്മുടെ നാക്കില്. ഹരേ എന്ന് പറയുന്ന രാധാറാണിയാണ്. അപ്പൊ രാധാറാണിയും കൃഷ്ണനും കൂടി നമ്മളുടെ നാവിലിരുന്ന് ഡാൻസ് ചെയ്തിട്ട് നമ്മള് അത് പുറത്ത് വരും അല്ലെ. ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോ അത് പുറത്ത് വരുമ്പോ കൃഷ്ണനും രാധാറാണിയും പുറത്ത് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അത് ശ്രവിക്കുമ്പം നമ്മളുടെ ചെവി കൂടി തിരിച്ച് നമ്മുടെ ഉള്ളിൽ വരികയാണ്. അപ്പം എന്നിട്ട് നമ്മളുടെ ഹൃദയത്തിൽ വന്നിരുന്ന് ഡാൻസ് ചെയ്യാണ്. അവിടെ എത്ര നമ്മൾ ജപിക്കുന്നു, എത്ര ഒരു മന്ത്രം നമ്മൾ പറയുമ്പോ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോ 8 പേരാണ്, 8 കപ്പിളിനെയാണ് നമ്മൾ വിളിക്കുന്നത്, 8 രാധാകൃഷ്ണന്മാരെ. അപ്പം ഓരോ തവണ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പം 8 കൃഷ്ണനും രാധയുമാണ് പുറത്തിറങ്ങി വരുന്നത്. എന്നിട്ട് ഈ 8 കൃഷ്ണനും രാധയുമാണ് ചെവി കൂടി നമ്മുടെ ഉള്ളിൽ തിരിച്ചു കയറുന്നത്. അപ്പൊ അങ്ങനെ 108 തവണ നമ്മൾ ജപിക്കുമ്പോഴോ 108 × 8 കൃഷ്ണനും രാധയും. എന്നിട്ട് എന്തായിരിക്കും നടക്കുന്നത് നമ്മളുടെ ഉള്ളില്? ആ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവിടുത്തെ അങ്കണം എന്നല്ലേ പറയുക, ബാക്ക് യാർഡിന്, ആ അംഗത്തിലിരുന്ന് അവിടെ ഒരു രാസലീല തന്നെ ആടുകയാണ് കൃഷ്ണനും രാധയും കൂടെ. ജസ്റ്റ് ഇമാജിൻ അല്ലെ, എന്ത് നല്ലത് അല്ലെ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫീലിംഗ് നമുക്ക് അങ്ങനെ ആണെന്ന് ഉള്ള ആ ഇതില്, ആ ഭാവത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പം കൃഷ്ണ പ്രേമം ലഭിക്കും. അതാണ് നമ്മളുടെ എയിം ഓഫ് ലൈഫ്. നമ്മളുടെ ഈ മനുഷ്യ ജന്മം കിട്ടിയതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. നമ്മൾക്ക് ഭഗവാനോട് പ്രേമം തോന്നണം. ഭഗവാനോട് പ്രേമം തോന്നണമെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയണം അല്ലെ. നമ്മൾ ഒരാളെ പ്രേമിക്കണം എന്ന് വെച്ചാൽ അയാളെ കുറിച്ച് അറിയണം നമ്മൾ. അപ്പൊ ആ കൃഷ്ണനെ കുറിച്ച് അറിയാനാണ് നമ്മൾ ഈ കൃഷ്ണന്റെ ലീലകളും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന നിർദ്ദേശങ്ങളും ഭാഗവതത്തിൽ കൃഷ്ണനും കൃഷ്ണന്റെ ഭക്തന്മാരും ഒക്കെ ആയിട്ടുള്ള കൃഷ്ണന്റെ സംബന്ധം, കൃഷ്ണൻ അവരുമായിട്ട് എങ്ങനെയാണ് ഡീല് ചെയ്തത്, ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പം നമുക്ക് കൃഷ്ണനെ അറിയാനും സാധിക്കും. കൃഷ്ണൻ എത്ര മഹത്വമുള്ളതാണ് എന്നറിയും. അപ്പം നമുക്ക് കൃഷ്ണനെ സ്നേഹിക്കാൻ പറ്റും. അപ്പം ഇന്ന് പറയുന്ന ടിപ്പ് എന്താണ്? നമ്മൾ ഓരോ ബീഡിനെയും തൊടുമ്പം അത് ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ പാതാരവിന്ദത്തിൽ നമ്മൾ തൊടുകയാണ്. എന്നിട്ട് മഹാപ്രഭു എങ്ങനെയാണ്? മഹാപ്രഭു എന്ന് പറഞ്ഞാല് കാമദേവൻ, അങ്ങനത്തെ ഒരു 1000ൽ കൂടുതൽ കാമദേവന്റെ സൗന്ദര്യമുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്. ആ അങ്ങനത്തെ മഹാപ്രഭുവിനെ, പിന്നെന്താണ് മഹാപ്രഭു എന്ന് പറഞ്ഞാല് ഒരു ഹണി എന്ന് പറഞ്ഞ എന്താണ്? തേന്. തേനിനെ കാട്ടിലും സ്വീറ്ററാണ് ആ ചൈതന്യ മഹാപ്രഭു. പിന്നെ ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ തൊടുകയാണ് അല്ലെ. ആ ചൈതന്യ മഹാപ്രഭുവിനെ തൊടുന്നത് എന്ന് പറയുന്ന ഗംഗാ നദിയെ തൊടുന്നതിനെ കാട്ടിലും നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. പിന്നെയോ ഹീസ് മോർ ജനറസ് ദാൻ ദ ഡിസയർ ക്രീപ്പർ എന്ന് പറഞ്ഞാല് കൽപ്പത്തരൂർ എന്ന് കേട്ടിട്ടില്ലേ? കൽപ്പത്തരൂ എന്ന് പറയുന്നത് കൽപ്പവൃക്ഷം. കൽപ്പവൃക്ഷം നമ്മൾ എന്ത് ചോദിച്ചാലും തരും. അതാണ് കൽപ്പവൃക്ഷം. അത് ഗോലോകത്തിലൊക്കെ ഉണ്ട്. ആധ്യാത്മിക ലോകത്തിലുള്ളതാണ് ഈ കൽപ്പത്തരു, കൽപ്പവൃക്ഷം. അപ്പൊ അതിനെക്കാട്ടിലും ദയാലുവാണ് എന്ന് വെച്ചാൽ ജനറസ് എന്ന് വെച്ചാൽ കൈൻഡ്. നമ്മൾക്ക് എന്ത് ചോദിച്ചാലും തരും. ഒരു കൽപ്പവൃക്ഷം തരുന്നതിനെക്കാട്ടിലും നമ്മൾ എന്ത് തന്നെ മനസ്സിൽ വിചാരിച്ചാലും അത് തരാൻ കഴിവുള്ള ആളാണ് ചൈതന്യ മഹാപ്രഭു. പിന്നെ എന്താണ്? മോർ അഫെക്ഷനേറ്റ് ദാൻ എ മദർ. ഒരു അമ്മയെക്കാട്ടിലും സ്നേഹമുള്ളതാണ് ചൈതന്യ മഹാപ്രഭു. അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭു നമ്മുടെ ഉള്ളിൽ, നമ്മൾ ഇതുപോലെ ചിന്തിച്ച് നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ മഹാപ്രഭുവിന്റെ കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരും, ആനന്ദ കണ്ണുനീര് നമ്മൾ ജപിക്കുന്ന കേൾക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള മഹാപ്രഭുവിനെ ഓർത്തോണ്ട് നമ്മൾ ജപിക്കണം.
അപ്പൊ നമ്മൾക്ക് വളരെ നല്ല കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് വളരെ പെട്ടെന്ന് ഭഗവാന്റെ പ്രേമം ലഭിക്കും. അതാണ് നമ്മളുടെ ഉദ്ദേശം. ഈ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം അതുദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നാമം ജപിക്കണം. ഓക്കെ. അപ്പൊ നാളെ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഓരോ ബീഡ് എടുക്കുമ്പോഴും ഞാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പാതാര വിന്ദത്തിൽ തൊട്ടുകൊണ്ട് ഞാൻ നാമം ജപിക്കുകയാണ്. ആരാണ് ഈ മഹാമന്ത്രം നമുക്ക് തന്നത്? ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പൊ ആ പ്രഭുവിന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട്, ആ കാൽക്കൽ തൊട്ടുകൊണ്ട് നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം. ഓക്കെ. അതാണ് നമ്മളുടെ ടിപ്പ്. മാതാജി, ഞാൻ ഇന്നലെ ഗുരുവായൂർ അമ്പലത്തില് സപ്താഹത്തിന് ഇരുന്നിട്ട് ഒരധ്യായം വായിച്ചു. ആചാര്യൻ ഒരധ്യായം വായിക്കാൻ പറഞ്ഞു. ഒരധ്യായം വായിച്ചു. ദ്വിതീയ സ്കന്ധത്തില് 8ാമത്തെ അധ്യായം. അത് ശരി. അതപ്പോ ഇതിനെ കുറിച്ചല്ലേ? എന്താ ഈ വിശ്വരൂപത്തിനെ കുറിച്ചാണ്. ഭഗവാന്റെ പത്മ വന്നില്ലേ നാഭിയിൽ നിന്ന്, അതൊക്കെ ഭാഗ്യം കിട്ടി. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും. ആരായിരുന്നു സപ്താഹത്തിന്? ജയശങ്കർ, കോഴിക്കോടുള്ളത്. എന്നല്ലേ? ഹരേ കൃഷ്ണ. നല്ല കാര്യം. അപ്പൊ ഇന്ന് നമ്മൾ ഏത് ഏത് ശ്ലോകമാണ് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സില് 15ാമത്തെ ശ്ലോകമായിരുന്നു കഴിഞ്ഞത് എന്നാണ്. കയറിയില്ല അല്ലേ? അപ്പൊ 15ാമത്തെ നമ്മൾ തീർത്തു. അപ്പൊ 14ാമത്തെ ഇത്രയും 11 വരെ, 3ാമത്തെ ശ്ലോകം തൊട്ട് 11ാമത്തെ ശ്ലോകം വരെയും ദുര്യോധനനായിരുന്നു സംസാരിച്ചിരുന്നത്. ശരിക്കും ദുര്യോധനനല്ല സംസാരിക്കുന്ന, സഞ്ജയൻ ധൃതരാഷ്ട്രരോടാണ്. പക്ഷേ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ് 3ാമത്തെ ശ്ലോകം തൊട്ട് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ എന്തൊക്കെയാണ് ദ്രോണാചാര്യരോട് പറഞ്ഞത് എന്നാണ് നമ്മൾ ആദ്യത്തെ 3ാമത്തെ ശ്ലോകം തൊട്ട് 11ാമത്തെ ശ്ലോകം വരെയും പറഞ്ഞത്. അപ്പൊ അത് എന്തൊക്കെയായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യം പാണ്ഡവരുടെ സൈന്യത്തിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട യോദ്ധാക്കള് എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സഞ്ജയൻ പാണ്ഡവരുടെ പിന്നെ ദുര്യോധനൻ കൗരവരുടെ സൈന്യത്തിൽ ആരൊക്കെ വലിയ യോദ്ധാക്കൾ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 സൈന്യങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട യോദ്ധാക്കളെയായിരുന്നു ദുര്യോധനൻ പറഞ്ഞത്. 10ാമത്തെ ശ്ലോകം എത്തുമ്പോ പറയും നമ്മളുടെ സൈന്യം വളരെ ഇമ്മെഷറബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത പോലെ അത്രയും ആൾക്കാരുണ്ട്, അത്രയും യോദ്ധാക്കളുണ്ട് നമ്മളുടെ സൈന്യത്തില്. അത് ആരാണ് നയിക്കുന്നത്? ഭീഷ്മരാണ് നയിക്കുന്നത് നമ്മളുടെ സൈന്യം. എന്നാൽ പാണ്ഡവരുടെ സൈന്യമോ വളരെ പരിമിതമാണ് എന്ന് പറയുന്നു ദുര്യോധനൻ. വളരെ പരിമിതമാണ് അവരുടെ സൈന്യം. അത് നയിക്കുന്നത് ആരാണ്? ഭീമൻ എന്ന് പറയുന്നു. അത് എന്തിനാ അങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഭീഷ്മരായിട്ട് കമ്പയർ ചെയ്യുമ്പം ഭീമൻ ഒന്നുമല്ല അല്ലെ? ഭീഷ്മര് വളരെ വലിയ യോദ്ധാവാണ്, എല്ലാവരെയും തോപ്പിച്ചിരുന്നു. പരശുരാമൻ ആയിരുന്നു ഭീഷ്മരുടെ ഗുരു, ആചാര്യൻ, പഠിപ്പിച്ചത് ആയുധകലയൊക്കെ പഠിപ്പിച്ചത് പരശുരാമനായിരുന്നു. എന്നിട്ട് ആ പരശുരാമൻ ആരാണ്? ഏറ്റവും ഫേമസ് എന്തിനാണ് പരശുരാമൻ? 21 തവണ ലോകത്തുള്ള എല്ലാ ക്ഷത്രിയന്മാരെയും കൊന്നതാണ്. അപ്പൊ അത്രയും പവർഫുൾ ആണ് പരശുരാമൻ. ആ പരശുരാമനെ തോൽപ്പിച്ചു ഭീഷ്മര്. അത്ര പവർഫുൾ ആണ് ഭീഷ്മര്. അതിന്റെ മുമ്പേ ഭീമന് ഒന്നുമല്ല. അപ്പൊ അത് കമ്പയർ ചെയ്യായിരുന്നു. നമ്മളുടെ സൈന്യം എത്രയും വാസ്റ്റാണ്, അത്രയും ആൾക്കാരുണ്ട്. എന്നാലും പാണ്ഡവരുടെ സൈന്യം വളരെ പരിമിതവുമാണ്. എന്നിട്ട് ഭീമനാണ് അത് നയിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ സത്യത്തിൽ ഭീമന് ഒരു അക്ഷൗഹിണിയുടെ മാത്രം സേനാപതിയായിരുന്നു. ഓവറോൾ സേനാപതി എന്ന് പറയുന്ന ദൃഷ്ടദ്യുമ്നനായിരുന്നു. പക്ഷെ ദുര്യോധനൻ
മേ ബി പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയായിരിക്കും, ഭീഷ്മനും ഭീമനും എന്ന് പറയാൻ വേണ്ടിയായിരിക്കും അങ്ങനെ യൂസ് ചെയ്ത്. അല്ലെങ്കിൽ ദുര്യോധനന് പാണ്ഡവരുടെ സൈന്യത്തിൽ ആകെ പേടിയുണ്ടായിരുന്ന ഭീമനെയായിരുന്നു. എന്താന്ന് വെച്ചാൽ ദുര്യോധനൻ അറിയാം, എന്നെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അത് ഭീമനായിരിക്കും എന്ന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഭീമന്റെ പേര് പറഞ്ഞത്. ആ ഭീമൻ പോലും ഭീഷ്മരുടെ മുമ്പേ ഒന്നുമല്ല എന്ന് പറയുകയാണ്. പിന്നെ 11ാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ പറയുന്നു, ഭീഷ്മർ ഇത്രയും മിടുക്കനാണെങ്കിലും ഭീഷ്മര് പിതാമഹനാണ്, വൃദ്ധനാണ്, അത് കാരണം നിങ്ങൾ എല്ലാവരും ഭീഷ്മരെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് യോദ്ധാക്കൾ, സ്വന്തം യോദ്ധാക്കൾ, സൈന്യത്തിലെ യോദ്ധാക്കളുടെ അടുക്ക പറയാണ്, ഭീഷ്മരെ നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട്, എന്നുവെച്ചാൽ നമ്മൾ സൈന്യം ആകെ ഓരോ ദിവസവും അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ പേർക്ക് ഓരോ ലൊക്കേഷൻ കൊടുക്കും. നിങ്ങൾ ഇവിടെ നിൽക്കണം അങ്ങനെ പറയും. അപ്പൊ നിങ്ങൾ യഥാസ്ഥാനത്ത്, നിങ്ങൾ എവിടെയാ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥാനം എന്ന് വെച്ചാൽ അവിടെ നിന്നുകൊണ്ട് ഭീഷ്മരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം. എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും നിങ്ങൾ നിന്നുകൊണ്ട് ഭീഷ്മരെ ആക്കണം എന്ന് പറയും, ഭീഷ്മരെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയും. അപ്പൊ 12ാമത്തെ ശ്ലോകത്തില് ഭീഷ്മര് ശംഖൂതുന്ന എന്താണ്, വാർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കാനാണ് ശംഖൂതുന്നത്. അപ്പൊ സാധാരണ സേനാപതിയാണ് ആദ്യം ശംഖൂതുന്നത്. അപ്പൊ 12ാമത്തെ ശ്ലോകത്തില് ഭീഷ്മര് ശംഖൂതും. അപ്പോഴത്തേക്ക് ദുര്യോധനന് വളരെ ഹാപ്പിയാകും. എന്നുവെച്ചാൽ വാർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതോ ഭീഷ്മര് ശംഖൂതുന്ന എങ്ങനെ പോലെയാണ്, ഒരു സിംഹം ഗർജിക്കുന്ന പോലെ അത്രയും പവർഫുൾ ആയിട്ടാണ് ആ ശംഖൂതിയത്. അപ്പം ദുര്യോധനന് വളരെ സന്തോഷാകും, ഭീഷ്മര് നമ്മളെ ജയിപ്പിക്കും എന്നുള്ളൊരു തോന്നൽ വന്നു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെല്ലാരും ശംഖൂതാൻ തുടങ്ങി. കൗരവ സൈന്യത്തിലെ ബാക്കി യോദ്ധാക്കൾ എല്ലാവരും ശംഖൂതാൻ തുടങ്ങി. പിന്നെ ചിലവരൊക്കെ ചെണ്ട കൊട്ടാൻ തുടങ്ങി. അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സ് കൊട്ടാൻ തുടങ്ങി. അത് എന്തിനെയാ കാണിക്കുന്നത്, നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു വലിയ ഫങ്ഷൻ നടക്കുമ്പോൾ അതിന് മുമ്പ്, അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വലിയ മേളം കാണും അല്ലെ, ചെണ്ടമേളവും. പിന്നെ ചിലപ്പോഴ് സിനിമാ താരങ്ങളെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുകയൊക്കെ ചെയ്യും അല്ലെ. ചിലപ്പോൾ ഗാനമേള കാണും, അല്ലെങ്കിൽ കഥാപ്രസംഗം വെക്കും. അങ്ങനെ എന്തെങ്കിലും വലിയ സംഗതികൾ, കനകക്കുന്ന് പാലസിലൊക്കെ ചിലപ്പോഴൊക്കെ ഈ ഫ്ലവർ ഷോ ഒക്കെ കാണും. അങ്ങനത്തെ എക്സിബിഷന് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസം ഇങ്ങനത്തെ ഉദ്ഘാടനത്തിന് സിനിമാ സ്റ്റാറിനെ വിളിക്കും, അല്ലെങ്കിൽ കുറെ പാട്ടുകാരെ, യേശുദാസിനെയൊക്കെ വിളിച്ച് പാട്ട് വെക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെയാണ് ഈ അന്നത്തെ കാലത്ത് യുദ്ധം എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള ഒരു സംഗതി അല്ലായിരുന്നു. അത് ഒരു നമ്മളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേളയായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഉത്സാഹത്തില് അവരെല്ലാം ചെണ്ടയും എല്ലാം കൊട്ടി. അങ്ങനെ കൗരവ സൈന്യര് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 14ാമത്തെ ശ്ലോകത്തില് പറയാണ്, ഇനി പാണ്ഡവരുടെ സൈഡിലെ നോക്കുകയാണ് സഞ്ജയൻ പാണ്ഡവരുടെ സൈഡിലോട്ട് നോക്കി ധൃതരാഷ്ട്രരൊക്കെ പറയാൻ വേണ്ടി പാണ്ഡവരുടെ സൈന്യത്തെ നോക്കുമ്പോൾ ആരെയാണ് ആദ്യം സഞ്ജയൻ കാണുന്നത്? കൃഷ്ണനെയും കൃഷ്ണനും അർജുനനും ഏത് തേരിലായിരുന്നു? അർജുനന് അഗ്നിദേവൻ കൊടുത്ത ഒരു വലിയ മഹത്തായ ഒരു തേരിലിരിക്കുന്നു. അങ്ങനെ മാധവനും പാണ്ഡവനും ആ തേരിലിരിക്കുന്നു. ആ തേര് വലിക്കുന്നത് ആരാണ്? നല്ല വെളുത്ത 4 കുതിരകൾ. അപ്പൊ ആ 4 കുതിരകള് തെളിക്കുന്ന തേരില് മാധവനും പാണ്ഡവരും ഇരിക്കുന്നു. എന്നിട്ട് അവരുടെ ദിവ്യമായ ശംഖ് ഊതി എന്നാണ് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്നിട്ട് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാന് ആദ്യം പറയുന്ന പേര് മാധവൻ എന്നായിരുന്നു. 14ാമത്തെ ശ്ലോകത്തില് മാധവ പാണ്ഡവശ്ചൈവ എന്ന് പറയുന്നു. ദിവ്യൗ ശങ്കൗ പ്രദത്മതുഹു എന്ന് പറയുന്നു.
അപ്പൊ അത് പറയുന്ന മാധവൻ എന്ന പേര് യൂസ് ചെയ്തു. എന്താണ് മാധവന്റെ അർത്ഥം? മാധവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ് മാധവൻ എന്നുള്ള പേര്. അപ്പം എന്തിനാണ് ആ പേര് യൂസ് ചെയ്തത്? അത് സൂചിപ്പിക്കുകയാണ് എവിടെ മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ മഹാലക്ഷ്മി ഐശ്വര്യത്തിന്റെ ദേവതയാണ് അല്ലെ. അപ്പൊ ആ സൈഡില്, ആ പാണ്ഡവരുടെ സൈഡിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും, അവര് വിജയിക്കും ഈ വോറില് എന്ന് കാണിക്കാനാണ് മാധവ എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത്. അതാണ്. പിന്നെ 15ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ യൂസ് ചെയ്യുന്ന പേരെന്താണെന്നറിയാം? ഋഷികേശ. ഋഷികേശ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്താവ്, കൺട്രോളർ എന്നാണ് ആ പേരിന്റെ അർത്ഥം. അപ്പൊ ഋഷികേശ എന്ന് സംബോധന ചെയ്യുന്നു കൃഷ്ണനെ. അപ്പൊ ഋഷികേശൻ എന്താണ് ഊതുന്നത്? ഏത് ശംഖാണ്? പാഞ്ചജന്യം. പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖിന്റെ പേര്, കൃഷ്ണന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. അപ്പൊ പാഞ്ചജന്യം ഋഷികേശനും, പിന്നെ അർജുനനെ വിളിക്കുന്ന പേരാണ് ധനഞ്ജയ എന്ന് ഈ ശ്ലോകത്തിൽ വിളിക്കുന്നു, 15ാമത്തെ ശ്ലോകത്തില്. അപ്പൊ ധനഞ്ജയൻ ഊതുന്നത് എന്ത് ശംഖാണ്? ദേവദത്തം. അപ്പൊ ദേവദത്തം. അപ്പം പറയുന്നു ഋഷികേശ പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. ദേവദത്തം എന്ന് പറയുന്ന ശംഖ ധനഞ്ജയൻ ഊതുന്നു എന്ന് പറയുന്നു. പിന്നെ പറയുന്നു പൗണ്ട്രം ദത്മൗ മഹാശംഖം. പൗണ്ട്രം എന്ന് പേരുള്ള മഹാശംഖ് ആരാണ് ഊതുന്നത്? ഭീമകർമ്മ വൃക്കോദരഹ. ഭീമകർമ്മം, ഭീമകർമ്മങ്ങൾ ചെയ്യുന്ന ആള്, ഭീമൽസ്വമായ ഇത് ശംഖ് ഊതുന്നത് അല്ല, പ്രവർത്തികൾ ചെയ്യുന്ന ആള് അതാരാണ്? ഭീമൻ. ഭീമന് വളരെ പ്രയാസമേറിയ പ്രവർത്തികളൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളാണ്. അത്രയും പവർഫുൾ ആണ് ഭീമൻ. പിന്നെ വിളിക്കുന്നു വൃക്കോദരൻ. വൃക എന്ന് പറഞ്ഞാല് ചെന്നായ എന്നാണ് അർത്ഥം. ഉദരാന്ന് പറഞ്ഞാൽ വയറ്. അപ്പം ചെന്നായിന്റെ വയറുള്ള ആള് എന്ന് പറയുന്നു. ചെന്നായിന്റെ വയറിന് എന്താ പ്രത്യേകത? ചെന്നായി വളരെ കഴിക്കും, കുറേ കഴിക്കും. ചെന്നായി ഓരോന്നിനെ കൊന്നിട്ട് അതിനെ മുഴുവൻ കഴിക്കും. അപ്പൊ തന്നെ ഇരുന്ന് ഒരൊറ്റ കഴിപ്പാണ്. അപ്പൊ അതുകൊണ്ട് ചെന്നായിനേക്കാളും ഇരട്ടി സൈസുള്ള സംഗതികളെ അത് കൊന്നിട്ട് കഴിക്കും. അതുപോലെയാണ് നമ്മുടെ ഭീമസേനനും. കുറേ ആഹാരം കഴിക്കുന്ന ആഹാരപ്രിയനായിരുന്നു. അതുകൊണ്ടാണ് വൃക്കോദര എന്നുള്ള പേര്. അപ്പം ഭീമസേനൻ ഏത് ശംഖൂതി? പൗണ്ട്രം എന്ന ശംഖ് ഊതി എന്ന് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പൊ കഴിയുന്നോളം എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം, എന്നാലേ നമ്മൾക്ക് ആ ഫ്ലോ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് പാഞ്ചജന്യം കൃഷ്ണന് കിട്ടിയത്, എങ്ങനെയാണ് ദേവദത്തം എന്ന് പറയുന്ന ശംഖ് അർജുനന് കിട്ടിയത് എന്നെല്ലാ കഥകൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ക്ലാസ് കയറണം, എന്നാലേ അതെല്ലാം കേൾക്കാൻ പറ്റുള്ളൂ. കഴിയുന്നോളം. എനിക്കറിയാം എല്ലാവർക്കും ഓരോരോ ജോലികൾ കാണും. പക്ഷെ നമ്മള് ഭഗവാന്റെ ഇത് കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ ഈ ഹൊറിസോണ്ടൽ നമ്മളുടെ എല്ലാ റിലേഷൻഷിപ്പും, നമ്മൾ ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ റിലേഷൻഷിപ്പും നമ്മൾ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ തന്നെയുള്ള ബന്ധങ്ങളാണ് നമ്മൾക്കുള്ളത്. ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ മുകളിലാണ് അല്ലെ. അപ്പൊ ആ വെർട്ടിക്കൽ റിലേഷൻഷിപ്പാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ശരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പിനെ കാട്ടിലും. പക്ഷെ നമ്മൾ ഭൗതികതയിൽ നമ്മൾ ജീവിക്കുമ്പം നമുക്ക് ഭൗതികമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് തിരസ്കരിക്കാൻ പറ്റില്ല. നമുക്ക് അതൊക്കെ നമ്മളുടെ കടമയാണ്. നമ്മൾ നമ്മൾക്ക് ഭഗവാൻ തന്നിരിക്കുകയാണ്, ഓരോരുത്തവരെ തന്നിരിക്കുകയാണ് ടു ടേക്ക് കെയർ.
ഇപ്പൊ നമ്മളുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, കുട്ടികളെ, ഇവരെയെല്ലാം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്, അത് ധർമ്മമാണ്, നമ്മളുടെ ധർമ്മമാണ്. ആ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഭഗവാനോടുള്ള ബന്ധം അതിനേക്കാട്ടിലുമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത് ഈ ജന്മം മാത്രം നിലനിൽക്കുന്നതാണ്. അടുത്ത ജന്മം നമ്മൾ ഇവരെ ആരെയും കാണുന്നില്ല. പക്ഷെ ഭഗവാനോ എല്ലാ ജന്മങ്ങളിലും, നമ്മൾ ഇപ്പം ഒരു മില്യണിൽ കൂടുതൽ ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതുവരെ. ആ ജന്മങ്ങളിൽ എല്ലാം നമ്മളുടെ കൂടെ ഭഗവാനുണ്ട്. എങ്ങനെയായിട്ടാണ്? പരമാത്മാവായിട്ട് നമ്മളുടെ ആത്മാവിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അതില് ശ്വേതാശ്വപര ഉപനിഷത്ത് എന്ന് പറയുന്ന, ഞാൻ തെറ്റിച്ചത് പറയുന്ന, ഒരു ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിന്റെ അകത്ത് പറയുന്നത് നമ്മളുടെ ശരീരം എന്ന് പറയുന്ന ഒരു മരം പോലെയാണ്. ആ മരത്തിൽ 2 കിളികളുണ്ട്. ആരൊക്കെയായി 2 കിളികള്? ഒന്ന് ആത്മാവ്, ഒന്ന് പരമാത്മാവ്. 2 കിളികള് ആ മരത്തിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു കിളി, നമ്മുടെ ആത്മാവെന്ന് പറയുന്ന കിളി, ആ മരത്തിലെ ആഹാരങ്ങള്, ഫലങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരിഞ്ഞു നോക്കുന്നേയില്ല. തൊട്ടപ്പുറത്ത് സുഹൃത്തായിട്ട് വേറൊരു കിളി ഇരിപ്പുണ്ട്. ആ കിളിയെ ശ്രദ്ധിക്കുന്നേയില്ല. എന്നിട്ട് ഇങ്ങനെ ഓരോ ഫലങ്ങള്, ചില ഫലങ്ങൾക്കൊക്കെ പുളിയാണ്, ചില ഫലങ്ങൾക്കൊക്കെ മധുരമുണ്ട്. എന്തായാലും അതിനെ കഴിച്ചുകൊണ്ടിരിക്കുക. സോ ബിസി ഈ ഫലങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി. എന്നിട്ട് തിരിഞ്ഞൊന്നും നോക്കുന്നു പോലുമില്ല ആ സുഹൃത്തായ കിളിയെ. ആ കിളി എന്താണ് ചെയ്യുന്നത്? അത് ഫലമൊന്നും കഴിക്കല്ല, ഈ കിളിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെന്റെ അങ്ങോട്ടേക്ക് തിരിയും, എന്റെ അങ്ങോട്ട് തിരിയുമ്പം ഞാൻ അവനെ എൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകും. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ കിളി. പക്ഷേ ഈ കിളി ആ ഒരു കിളീനെ ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പൊ എന്താണ് ഈ ഫലങ്ങളെന്ന് പറയുന്നത്? നമ്മൾ ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഓരോ സംഗതികൾ, അതിനോടുള്ള ആസക്തി കൊണ്ട് നമ്മൾ ഓരോ സംഗതികളുടെ പുറകെ നടക്കുകയാണ് അല്ലേ. നമ്മൾ പൈസയ്ക്ക് വേണ്ടി എത്ര പരാക്രമങ്ങൾ ചെയ്യുന്നു അല്ലേ. എത്ര മണിക്കൂർ ജോലി ചെയ്താലാണ് നമ്മൾ മാസം അവസാനമാകുമ്പോൾ കുറച്ച് കാശ് കിട്ടുന്നത് അല്ലേ. എന്നിട്ട് ആ കാശ് തികയുന്നുണ്ടോ നമ്മളുടെ ആവശ്യങ്ങൾക്ക്? തികയുന്നു പോലുമില്ല. നമ്മൾ പാടുപെടുകയാണ് അല്ലേ. അത് ഒക്കെ ആണ് ഓരോ ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് കഴിക്കണം, നമുക്ക് ജീവിക്കണം അല്ലേ. ഈ ഭൗതിക ലോകത്ത് ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ജീവിക്കണം. അതിന് പൈസ വേണം, നമ്മൾ ജോലി ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേല് നമ്മൾ കുറച്ച് സമയം ഈ കിളിക്കും, ഈ മറ്റേ കിളിയുടെ അങ്ങോട്ടേക്കും കൂടി നോക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾക്കും നമ്മൾ സമയം ചെലവാക്കണം. അല്ലാതെ നമ്മൾ ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, ഈ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നമ്മൾ ഭഗവാനും കുറച്ച് സമയം നമ്മൾ മിച്ചം വെക്കണം. അത് എല്ലാവരും പറയും എനിക്ക് സമയമേ ഇല്ല. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ, വെളിയിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് തിരിച്ചു വന്നിട്ട് വീട്ടിലത്തെ കാര്യം പലതും ചെയ്യാനുണ്ടാവും അല്ലെ. പിറ്റേ ദിവസം ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്ത് തീർത്തേച്ചാണ് പോകേണ്ടത്. അപ്പൊ അവർക്ക് സമയമില്ല എന്ന് പറയും. അപ്പൊ എങ്ങനെയാ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്? നമ്മൾ ഭംഗിയായിട്ട് നമ്മളുടെ വീട്ടുകാര്യം, നമ്മളുടെ ഭൗതിക ചുമതലകള് ഭംഗിയായിട്ട് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് ഭംഗിയായിട്ട് ചെയ്താൽ നമുക്ക് ആ തെറ്റ് വരുത്തില്ല. തെറ്റ് വരുമ്പോഴാണ് നമുക്ക് തിരിച്ചു പോയി അത് പിന്നെയും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഓഫീസിൽ ഒരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ ടൈപ്പിസ്റ്റ് ആണെന്നിരിക്കട്ടെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ജോലിയാണ് ഓഫീസിൽ. നമ്മൾ തെറ്റായിട്ട് ടൈപ്പ് ചെയ്താൽ എന്ത് പറ്റും? ബോസ് ആ ചുരുട്ടിക്കുട്ടി കളഞ്ഞേച്ച് പറയും, ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് വരാൻ പറയും അല്ലേ. അപ്പം നമുക്ക് പിന്നെയും സമയം പോവുകയാണ്. നമ്മൾ ആദ്യത്തെ തവണ തന്നെ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്കൊരു ഇത്തിരി സമയം കിട്ടും. ആ സമയത്ത് നമ്മൾ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാം, നമുക്ക് കൃഷ്ണന്റെ നാമം ജപിക്കാം. അങ്ങനെ വേണം നമ്മൾ ഭൗതിക കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ആദ്യത്തെ തവണ തന്നെ, ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ നല്ലോണം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സമയം കിട്ടും ഭഗവാന്റെ കാര്യം ചെയ്യാനും കൂടി. അപ്പൊ അത് നമ്മൾ എപ്പോഴും ഓർമ്മ വേണം. എന്നിട്ട് കഴിയുന്നോളം ക്ലാസ്സുകളെല്ലാം കയറണം. എന്നാലേ നമ്മൾക്ക് ഇതുപോലത്തെ ഓരോ ടിപ്പുകൾ കിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ 15ാമത്തെ ശ്ലോകമായെടുത്ത്, പക്ഷെ എനിക്ക് സമയം, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല.
അപ്പം നമ്മൾ ഓരോന്ന് ഓരോ സന്ദർഭം വരുമ്പോഴായിരിക്കും നമ്മൾ അത് പറയുന്നത്. അത് കാരണം നമ്മൾ കഴിയുന്നോളം മിസ് ചെയ്യല്. ഇങ്ങനത്തെ ഓരോ ടിപ്സ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ജീവിതത്തിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി തിരിച്ച് നമ്മൾ ശ്ലോകത്തിൽ പോകുമ്പോഴ് കൃഷ്ണന് അപ്പം ഈ കൃഷ്ണന് എന്താ പാഞ്ചജന്യം ഊതി, പിന്നെ അർജുനന് ദേവദത്തം ഊതി, പിന്നെ ഭീമന് പൗണ്ട്രം എന്ന് പറഞ്ഞ ശംഖ് ഊതി. ഇനിയിപ്പം നമ്മൾ ഇന്നെടുക്കുന്ന ശ്ലോകങ്ങള് 16 തൊട്ട് 18 വരെ, അത് 3 ശ്ലോകങ്ങൾ ഒന്നിച്ചുള്ള ഒരു ഇതാണ്. ശ്ലോകങ്ങൾ 16 മുതൽ 18 വരെ. എല്ലാവരുടെയും കയ്യിൽ ബുക്കുണ്ടല്ലോ അല്ലേ? ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പ്രഭുപാദരുടെ ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ പ്രഭുപാദരുടെ ബുക്കിൻ്റെ അകത്ത് യഥാരൂപത്തിൽ ഭഗവാൻ എന്തുദ്ദേശിച്ചോ അതേപോലെയാണ് എഴുതിയിരിക്കുന്നത്. പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടും കടകളില്. പക്ഷെ അതൊക്കെ അവരോരുടെ രുചിക്കനുസരിച്ച് അവരോര് ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെ അവരുടെ വീക്ഷണത്തിൽ എങ്ങനെ കാണുന്നു ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങൾ, അതുപോലെയാണ് അവരെഴുതുന്നത്. പലരും കൃഷ്ണന് ഒരു ഇമ്പോർട്ടൻസേ കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ദുര്യോധനൻ 2 സൈന്യത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പാണ്ഡവരുടെ സൈന്യത്തെ കുറിച്ച് പറഞ്ഞപ്പം ദുര്യോധനൻ കൃഷ്ണന്റെ പേരേ മെൻഷൻ ചെയ്തില്ല. ഭീമൻ, അർജുനൻ, പിന്നെ യുയുധാന, വിരാടൻ, ദ്രുപദൻ, ഇതെല്ലാവരുടെയും പേര് പറഞ്ഞു. പക്ഷെ കൃഷ്ണൻ എന്നൊരു വാക്ക് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? കൃഷ്ണൻ യുദ്ധത്തില് ആയുധമൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആയുധമില്ലാത്ത കൃഷ്ണന് ഒരു പ്രസക്തിയുമില്ല എന്ന് ദുര്യോധനൻ തെറ്റിദ്ധരിച്ചു. കൃഷ്ണൻ വെറും ഒരു സാരഥിയായിട്ടാണ് ഈ കുരുക്ഷേത്ര വോറിൽ ചെയ്തത്. അത് കാരണം സാരഥി ആരെങ്കിലും പറയോ? യോദ്ധാക്കൾ, അവിടെയുള്ള ഇമ്പോർട്ടന്റ് യോദ്ധാക്കളുടെ പേര് പറയുന്ന കൂട്ടത്തില് അവരുടെ സാരഥി ഇയാളായിരുന്നു എന്ന് ആരും പറയില്ലല്ലോ. അതുകൊണ്ടാണ് ദുര്യോധനനും കൃഷ്ണനെ പറയാഞ്ഞത്. കൃഷ്ണൻ അർജുനന്റെ സാരഥിയായിട്ടായിരുന്നു കുരുക്ഷേത്ര വോറില് നിന്നത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ്, ആ കൃഷ്ണന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വിചാരിച്ചു. എന്നാൽ സത്യത്തിലോ എന്താണ് സംഭവിച്ചത്? ഒരു അമ്പ് പോലും എയ്യാതെ കൃഷ്ണനാണ് കുരുക്ഷേത്രത്ത് വോറിലെ എല്ലാവരെയും കൊന്നത്. എങ്ങനെയാണ്? അർജുനനെയും പാണ്ഡവരെയും നയിച്ചു. അവരെ എന്ത് ചെയ്യണം എന്നെല്ലാം ഓരോ സ്റ്റെപ്പിൽ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് അവരെ കൊണ്ട് ജയിപ്പിച്ചെടുത്തു. അവരെ കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാരെയും കൊന്നു. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ആ 15ാമത്തെ ശ്ലോകത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഇതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ കിട്ടും. പക്ഷേ ഏത് ദിവസത്തെയാണെന്നോ പിന്നെ ഏത് ശ്ലോകമാണെന്നോ ഒന്നും അവര് അത് ഇടുന്നില്ല കേട്ടോ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞ് പോകുന്നതാ. നിങ്ങൾ ചിലപ്പം ഓരോന്ന് എടുത്ത് നോക്കണം ഏത് പാർട്ടാണ്. ഇപ്പൊ ഏതാ നിങ്ങൾ മിസ് ചെയ്തത് എന്നുള്ളത് അതില് വേഗം തന്നെ കയറിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ കയറി കാണാം. ഇനി ശ്ലോകങ്ങൾ 16 മുതൽ 18 വരെ ആർക്ക് ചൊല്ലാൻ പറ്റും? അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥ്വീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശങ്കാൻ ദദ്മു പൃഥക് പൃഥക്. ആർക്ക് ചൊല്ലാൻ പറ്റും? പറ്റില്ല? ചൊല്ലാമോ? ട്രൈ ചെയ്യൂ.
അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡി ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികിച്ഛാപരാജിതഃ ദ്രൗപദോ ദ്രൗപദേയാശ്ച സർവശ്ച പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശങ്കാൻ ദദ്മോ പൃഥക് പൃഥക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ചൊല്ലുന്നോ? ട്രൈ ചെയ്യുന്നോ ആരെങ്കിലും? ഇല്ല. ഓക്കെ. അപ്പം കുമാരി മാതാജി തന്നെ മീനിങ് വായിക്കോ? മാതാജി, ഞാൻ ഇന്ന് ബുക്ക് കൊണ്ടുവന്നിട്ടില്ല, ഞാൻ എറണാകുളത്താണ്. ഓക്കെ, ഞാൻ വായിക്കാം. പൃഥ്വിപതേ രാജാവേ, രാജ രാജാവും, കുന്തിപുത്രഃ കുന്തിപുത്രനുമായ, യുധിഷ്ഠിരഃ യുധിഷ്ഠിരൻ, അനന്തവിജയം അനന്തവിജയം എന്ന ശംഖവും, നകുല സഹദേവശ്ച നകുലനും സഹദേവനും, സുഘോഷ മണിപുഷ്പകൗ സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖങ്ങളെയും, മഹേശ്വാസഃ വില്ലാളി വീരനായ, കാശ്യശ്ച കാശി രാജാവും, മഹാരഥഃ ആയിരങ്ങളോട് പടപൊരുതാൻ ശേഷിയുള്ള, മഹാരഥഃ എന്ന് വെച്ചാൽ 1000 ആൾക്കാരെ ആയിട്ട് പൊരുതാൻ ശേഷിയുള്ള, ശിഖണ്ഡീശ്ച ശിഖണ്ഡിയും, ദൃഷ്ടദ്യുമ്നഃ ദൃഷ്ടദ്യുമ്നനും ദ്രുപദ രാജാവിന്റെ മകൻ, വിരാടശ്ച വിരാടനും, അജ്ഞാതവാസകാലത്ത് പാണ്ഡവർക്ക് ആശ്രയം നൽകിയ രാജാവ്, അപരാജിതഃ ഒരിക്കലും തോൽക്കാത്തവനായ, സാത്യകീശ്ച സാത്യകിയും, ദ്രുപദശ്ച ദ്രുപദഃ പാഞ്ചാല രാജാവും, ദ്രൗപദേയശ്ച ദ്രൗപദി പുത്രന്മാരും, മഹാബാഹുഹു കയ്യൂക്കുള്ളവനായ, സൗഭദ്രശ്ച സുഭദ്രാപുത്രനും, സർവശഃ എല്ലാവരും, പൃഥക് പൃഥക് വെവ്വേറെ, ശങ്കാൻ ദദ്മുഹു ശംഖുകൾ ഊതി. ഹരേ കൃഷ്ണ. ഇനി പ്രഭുപാദിന്റെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖ് ഊതി. നകുല സഹദേവന്മാർ സുഘോഷ മണിപുഷ്പങ്ങളും, വില്ലാളി വീരനായ കാശി രാജാവും, മഹാരഥനായ ശിഖണ്ഡിയും, ദൃഷ്ടദ്യുമ്നൻ വിരാടൻ, തോൽവി പിണയാത്ത സാത്യകി, ദ്രുപദൻ, ദ്രൗപദി പുത്രന്മാർ, മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാദം മുഴക്കി. അപ്പം പാണ്ഡവരുടെ സൈഡില് ആരൊക്കെ ശംഖ് ഊതി എന്ന് പറയുകയാണ്. അതില് ചിലവരുടെയൊക്കെ ശംഖിന്റെ പേരും പറയുന്നുണ്ട്. പാണ്ഡവരുടെയൊക്കെ ശംഖിന്റെ പേര് പറയുന്നു. എന്താ, യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേരാണ് അനന്തവിജയം. നകുലന്റെയും സഹദേവന്റെയും മണിപുഷ്പകവും അല്ലെ, സുഘോഷ മണിപുഷ്പകം എന്ന് പറഞ്ഞ 2 ശംഖുകളാണ്. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, സാത്യകി, ദ്രുപദൻ, ദ്രൗപദി പുത്രന്മാർ, പിന്നെ സുഭദ്രാപുത്രൻ, ഇവരെല്ലാരും ശംഖ് ഊതി എന്ന് പറയുന്നു. ഇനി ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തൻ്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള ഈ ദുരുപദിഷ്ടമായ ശ്രമം നല്ലതിനല്ലെന്ന് സഞ്ജയൻ നയപൂർവം ധൃതരാഷ്ട്രരെ അറിയിക്കുകയാണ്. മഹായുദ്ധത്തിൽ കുരുവംശം പാടെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാകുന്നുണ്ട്.
മുതുമുത്തച്ഛനായ ഭീഷ്മൻ മുതൽക്ക് അഭിമന്യു തുടങ്ങിയ പൗത്രന്മാർ വരെ ഉള്ളവരും അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാർ ഉൾപ്പെടെ അസംഖ്യം പേരും ഈ രണാങ്കണത്തിൽ ഉണ്ട്. എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവർ. തൻ്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര രാജാവാണ് ഭീകരമായ ഈ വിപത്തിന് ഉത്തരവാദി. ജയ് ശ്രീ പ്രഭുപാദ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പറയാണ്, ഈ വാറിലുള്ള എത്ര പേരുണ്ടായിരുന്നു? 7 അക്ഷൗനി യോദ്ധാക്കൾ ഉണ്ടായിരുന്നു പാണ്ഡവരുടെ സൈഡില്. കൗരവരുടെ സൈഡില് 11 അക്ഷൗഹിണി. അങ്ങനെ 11ഉം 7ഉം 18 അക്ഷൗഹിണി ആൾക്കാരാണ് ഫൈറ്റ് ചെയ്തത്. എന്നിട്ട് എല്ലാവരും മരിക്കും. നമ്മൾ പറഞ്ഞു പാണ്ഡവരുടെ സൈഡിൽ 8 പേരും കൗരവരുടെ സൈഡില് 4 പേരുമേ അവശേഷിച്ചുള്ളൂ. ബാക്കി എല്ലാവരും മരിച്ചു. ഇപ്പം കേട്ടത് എനിക്കറിയില്ല, ഞാൻ മഹാഭാരതത്തിൽ അത് കണ്ടില്ല. പക്ഷെ 60 കോടി ജനങ്ങൾ മരിച്ചു എന്നാണ്. ജനങ്ങളല്ല, ആകെ ടോട്ടൽ ആനിമൽസും എല്ലാം എടുക്കുമ്പോഴായിരിക്കും 60 കോടി ജീവജാലങ്ങൾ ഈ വാറിൽ മരിച്ചു എന്ന് പറയുന്നു. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഇനി ഇതില് പാണ്ഡവരുടെ റെസ്പോൺസ് നമ്മൾ പറഞ്ഞു. കൗരവരെ എല്ലാവരും ഓരോ ഓരോ ചെണ്ടയും ശംഖും എല്ലാം അവര് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ചെയ്തു, അതിന് ശബ്ദമുണ്ടാക്കി. അപ്പൊ അതിന് പകരം പാണ്ഡവര് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പാണ്ഡവരുടെ സൈഡിൽ നിന്ന് എന്താ അതിൻ്റെ റെസ്പോൺസ്, അതിൻ്റെ ഉത്തരമായിട്ട് എന്താണ് പാണ്ഡവര് ചെയ്തത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതില് പാണ്ഡവര് അർജുനനും യുധിഷ്ഠിരനും ഭീമനും നകുലനും സഹദേവനും അങ്ങനെ പിന്നെ അവരുടെ കൂടെ അവരുടെ സൈഡിൽ നിന്ന എല്ലാ യോദ്ധാക്കളും എന്തൊക്കെ ചെയ്തു എന്ന് ഇതിൽ കാണിക്കുന്നു. നമുക്കറിയാം ഈ വാർ എന്തുകൊണ്ടാ വന്നത് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഇവരെ ഒരു കള്ള ചൂതുകളിയില് പാണ്ഡവരെ തോൽപ്പിച്ചിട്ട് അവരെ വനവാസത്തിന് വിട്ടു. 12 വർഷം വനത്തിലും പിന്നെ 1 വർഷം 13ാമത്തെ വർഷം അവര് അജ്ഞാനവാസവും. എന്ന് വെച്ചാൽ അവരെ തിരിച്ചറിയാൻ പാടില്ല. അപ്പം ദുര്യോധനന്റെ പാർട്ടിക്കാരെങ്കിലും അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവര് പിന്നെയും 12 വർഷം കൂടി വനത്തിൽ താമസിക്കണം. എന്നിട്ട് പിന്നെയും 1 വർഷം അജ്ഞാനവാസം. അങ്ങനെ ആയിരുന്നു ആ ചൂതുകളിയിലെ അവർക്ക് കൊടുത്ത പണിഷ്മെന്റ് പോലെ. എന്നിട്ട് അത് കഴിഞ്ഞ് അവര് അജ്ഞാതവാസവും കഴിഞ്ഞ് അവര് 13 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴ് അവര് അവരുടെ രാജ്യം തിരിച്ചു ചോദിച്ചു. ഇന്ദ്രപ്രസ്ഥമായിരുന്നു യുധിഷ്ഠിരന്റെ രാജ്യം. അപ്പൊ അത് തിരിച്ചു തരാൻ പറഞ്ഞപ്പം ദുര്യോധനൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഭഗവാനെ പറഞ്ഞു, കൃഷ്ണനെ വരെയും ദൂതിനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴും ദുര്യോധനൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി, നീ പകുതി രാജ്യം തരണ്ട, പകരം നീ 5 ഗ്രാമം കൊടുക്ക അവർക്ക്. അവര് ക്ഷത്രിയരല്ലേ, അവർക്ക് ഭരിക്കണ്ടേ, അതുകൊണ്ട് നീ 5 ഗ്രാമം കൊടുക്കാൻ പറഞ്ഞു. അതും കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്നാ 5 വീട് കൊടുക്കാൻ പറഞ്ഞു. അതും കൊടുക്കില്ല. ഞാനൊരു മുട്ടുസൂചിയുടെ പോയിന്റ്, അതിൻ്റെ തുമ്പ് എവിടെ വീഴുന്നോ അത്രയും സ്ഥലം പോലും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു ദുര്യോധനൻ. എന്നിട്ട് ഭഗവാനെ പിടിച്ച് കെട്ടാൻ തുടങ്ങി. സൈന്യരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കൃഷ്ണനെ പിടിച്ച് കെട്ടാൻ പറയും. അപ്പൊ കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അപ്പൊ എല്ലാരും ആ സഭയിലുണ്ടായിരുന്നവരൊക്കെ
പേടിച്ച് കണ്ണടയ്ക്കും. എന്നിട്ടും ദുര്യോധനന് ഇത് പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ള ഒരു തോന്നല് വന്നില്ല. വിചാരിച്ചു എന്തോ ഒരു മാജിക് ചെയ്യാണ് എന്നാണ് ദുര്യോധനൻ കരുതിയത്. എന്നിട്ട് ദുര്യോധനൻ ആ പിടിവാശിയിൽ തന്നെ നിന്നു. യുദ്ധം വേണം എന്ന് തന്നെ ഉറച്ചു നിന്നു അതില്. അങ്ങനെയാണ് ഈ വോർ നടക്കുന്നത്. എന്നിട്ട് അവിടെ ഭഗവാന്റെ കൂടെ വന്ന് ഋഷിമാരും എല്ലാം ധൃതരാഷ്ട്രരൊക്കെ പറഞ്ഞു, ഈ വോറിൽ നിങ്ങളുടെ എല്ലാ മക്കളും മരിച്ചു പോകും, അപ്പൊ അതിന് പകരം നിങ്ങൾ സമ്മതിക്ക്, പകുതി രാജ്യം കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ഇനി നമ്മൾ ഓരോ പേരെ ഇവിടെ എടുക്കുകയാണെങ്കിൽ യുധിഷ്ഠിരന്, നകുലന്, സഹദേവൻ ഇവരെല്ലാരും ജീവിച്ചിരുന്നു. പിന്നെ ആരൊക്കെയാണ് ഇവിടെ പറയുന്ന വേറെ ആൾക്കാരെ? കാശി രാജാവ്, കാശി രാജാവിനെ കുറിച്ച് അധികം പറയുന്നില്ല. ശിഖണ്ഡി ആണ്. ശിഖണ്ഡി കാരണമാണ് ഭീഷ്മരെ താഴെ ഇടാൻ അർജുനന് സഹായിച്ചത് ശിഖണ്ഡിയാണ്. ശിഖണ്ഡിയുടെ കഥയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശിഖണ്ഡി ശരിക്കും ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചതായിരുന്നു. എന്നിട്ട് ഒരു വനത്തിൽ പോയി തപസ് ചെയ്യുമ്പോൾ ഒരു യക്ഷനെ അവിടെ വനത്തിൽ മീറ്റ് ചെയ്യും. അപ്പൊ ആ യക്ഷനും ഈ ശിഖണ്ഡിയും അവരുടെ എന്താ പറയാ സ്ത്രീ പുരുഷ മാറി അവര് ട്രാൻസ്ഫർ ചെയ്യും. അവരുടെ സ്ത്രീത്വം പുരുഷത്വം മാറ്റും. അങ്ങനെ പുരുഷനാകും ശിഖണ്ഡി. എന്നിട്ട് അങ്ങനെയാണ് ശിഖണ്ഡി പുരുഷനായിട്ടാണ് ഈ വോറിൽ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഭീഷ്മർക്ക് അറിയാം ഇതൊരു സ്ത്രീ ആയിരുന്നു എന്ന്. അതുകൊണ്ട് ഭീഷ്മര് സ്ത്രീകളോട് ഫൈറ്റ് ചെയ്യില്ല. എന്നിട്ട് ഭീഷ്മര് തന്നെ പാണ്ഡവരോട് പറയും, എന്നെ കൊല്ലാനുള്ള മാർഗം ഇതേ ഉള്ളൂ, നിങ്ങൾ ശിഖണ്ഡിയെ മുമ്പിൽ അർജുനൻ ഫൈറ്റ് ചെയ്താൽ മാത്രമേ എന്നെ കൊല്ലാൻ സാധിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെയാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് 10ാമത്തെ ദിവസം, വോറിന്റെ 10ാമത്തെ ദിവസം അർജുനൻ ഫൈറ്റ് ചെയ്തിട്ടാണ് ഭീഷ്മര് വീഴുന്നത്. മരിക്കില്ല, എന്താന്ന് വെച്ചാൽ സ്വമൃത്യു എന്ന് പറയുന്ന വരം കിട്ടിയിട്ടുണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന്. അപ്പം സ്വന്തമായിട്ട് ഇച്ഛിക്കുമ്പോ മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹരേ കൃഷ്ണ. ഇടയ്ക്ക് വെച്ച് എൻ്റെ നെറ്റ് പോയതാ. അപ്പോഴ് ഭീഷ്മര് അങ്ങനെ കിടക്കും ശരങ്ങൾ കൊണ്ട് ഒരു ശയ്യ പോലെ ദേഹം മുഴുവന് ശരങ്ങളായി. അപ്പൊ അങ്ങനെ വീഴുമ്പം നിലത്ത് മുട്ടാതെ ഈ ശരത്തിന്റെ മുകളിലായിരുന്നു കിടന്ന്. അങ്ങനെ 60 ദിവസത്തിൽ കൂടുതൽ അങ്ങനെ ശരത്തിന്റെ മുകളിൽ തന്നെ കിടക്കും. ഈ രാജ്യം ഹസ്തിനപുരം ഒടുക്കം യുധിഷ്ഠിരന്റെ കയ്യിലാകുന്നത് കാണാൻ വേണ്ടി, യുധിഷ്ഠിരൻ രാജാവായി കഴിഞ്ഞിട്ടാണ് ഭീഷ്മദേവന് മരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ശിഖണ്ഡി എന്ന് പറയുന്ന അങ്ങനെയാണ് ഫേമസ് ആയത്. ഇപ്പൊ ശിഖണ്ഡി. പിന്നെ ആരെ കുറിച്ച് പറയുന്നു? ദൃഷ്ടദ്യുമ്നൻ നമുക്കറിയാം ദ്രുപദന്റെ മകനാണ്, ദ്രൗപദിയുടെ ബ്രദറാണ്. അപ്പം ദ്രുപദന് ദ്രോണാചാര്യരായിട്ട് ഒരു എന്മിറ്റി ഉണ്ടായിരുന്നു, ഒരു വൈര്യം ഉണ്ടായിരുന്നു. അപ്പം ദ്രുപദന് ഒരു യജ്ഞം നടത്തും. ആ യജ്ഞത്തിൽ എന്തായിരുന്നു ആഗ്രഹിച്ചത്? ദ്രോണാചാര്യരെ കൊല്ലാൻ പാകത്തിന് ഒരു മകനെ വേണം എന്ന് പറഞ്ഞ് യജ്ഞം ചെയ്യുന്നത്. അപ്പൊ ആ യജ്ഞകുണ്ടത്തിൽ നിന്ന് ഒരു യുവാവ് ഇറങ്ങി വരും. എന്താ കവചവും
പിന്നെ അമ്പും വില്ലും ഒക്കെ എടുത്തോണ്ട് ഒരു യുവാവ് ഇറങ്ങി വരും. അത് ദൃഷ്ടദ്യുമ്നനായിരുന്നു. എന്നിട്ട് ഒരു അശരീരി കേൾക്കും, ഈ മകൻ ദ്രോണാചാര്യരെ കൊല്ലും എന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ആ അഗ്നികുണ്ഡം വല്ലാതെ അഗ്നി ആളിക്കത്തിയിട്ട് അതിൽ നിന്ന് ഒരു സ്ത്രീ രൂപം ഇറങ്ങി വരും. അത് ദ്രൗപദി. അപ്പൊ പറയും, ഈ സ്ത്രീ, ഈ കുട്ടി കാരണമായിരിക്കും കുരുവംശം മുഴുവൻ നശിക്കാൻ പോകുന്നത് എന്ന് പറയും. എന്നിട്ട് കുറേ രാജാക്കന്മാര്, ഈ ഭൂമിയിൽ ഉള്ള പല രാജാക്കന്മാരും മരിക്കാൻ ഇടവരും ഈ സ്ത്രീ കാരണം എന്ന് ഒരു അശരീരി കേൾക്കും. അതാണ് ദ്രൗപദി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാറിലെ 100 ധൃതരാഷ്ട്ര 100 മക്കളെയും കൊല്ലും എന്ന് ഭീമൻ ശപഥമെടുക്കും? എന്തുകൊണ്ടാണ്? ആ അസത് സഭയിൽ വെച്ച്, ആ സഭയിൽ, കുരുവിന്റെ സഭയെ വെച്ച് ഈ ചൂത് കളിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ തോൽക്കും. അത് കഴിഞ്ഞ് ദ്രൗപദിയെ ബെറ്റ് വെക്കും, എന്നിട്ട് ദ്രൗപദിയും തോക്കും. അപ്പോഴാണ് ദുശാസനൻ, ദുര്യോധനന്റെ അനിയനാണ് ദുശാസനൻ തലമുടി വലിച്ചുകൊണ്ട് ദ്രൗപദിയെ ആ സഭയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ വസ്ത്രം ഊരാൻ ശ്രമിക്കും. അങ്ങനെ വസ്ത്രം ഊരാൻ നേരത്ത് ദ്രൗപദി എല്ലാരോടും കരഞ്ഞു ചോദിക്കും, എന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന്. ഭീഷ്മരും അവിടെ വിതുരരും ദ്രോണാചാര്യരും ധൃതരാഷ്ട്രരും പിന്നെ അവരുടെ 5 ഭർത്താക്കന്മാര് പാണ്ഡവരും എല്ലാം നിൽക്കുന്ന ആ സഭയിൽ വെച്ച് അവരുടെ വസ്ത്രം ഊരാൻ നോക്കുമ്പം അവരുടെ ആരുടെയും സഹായം കിട്ടുന്നില്ല എന്ന് കാണുമ്പം കൃഷ്ണനെ വിളിക്കും. കൃഷ്ണ, എന്നെ സഹായിക്കൂ എന്ന് പറയുമ്പോ കൃഷ്ണൻ ഇങ്ങനെ യാർഡ്സ് ആൻഡ് യാർഡ്സ് ഓഫ് സാരി ഇങ്ങനെ കൊടുക്കും. അങ്ങനെ അയാൾക്ക് അവരുടെ വസ്ത്രം ഊരാന് സാധിച്ചില്ല, ഫുള്ളായിട്ട് ഊരാൻ സാധിച്ചില്ല. അവരിങ്ങനെ വലിക്കും തോറും വേറെ സാരികൾ വന്ന് മൂടിക്കൊണ്ടിരിക്കുമായിരുന്നു ദ്രൗപദിയെ. അപ്പൊ അങ്ങനെയാണ്, അതാണ് ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന, അങ്ങനെ അഗ്നിയിൽ നിന്ന് കിട്ടുന്നതാണ്, യജ്ഞകുണ്ഡത്തിൽ നിന്ന് വരുന്നതാണ് ദൃഷ്ടദ്യുമ്നൻ. അപ്പൊ ദൃഷ്ടദ്യുമ്നൻ കാരണമാണ് ദ്രോണാചാര്യര് മരിക്കുന്ന ആ വാറില്. പിന്നെ വിരാടൻ എന്ന് പറയുന്ന ആരായിരുന്നു? മത്സ്യരാജാവ്, മത്സ്യരാജ്യത്തിലെ രാജാവാണ് വിരാടൻ. ആ അജ്ഞാതവാസ കാലത്ത് 13ാമത്തെ വർഷം അവര് അജ്ഞാതവാസം ആയിരിക്കും അല്ലെ. അപ്പൊ അവര് എല്ലാരും പാണ്ഡവര് വിരാടന്റെ പാലസിലായിരുന്നു. വിരാടൻ അറിയുന്നില്ല അവര് പാണ്ഡവരാണെന്ന്. വിരാടന്റെ പാലസിലായിരുന്നു അവര് വർക്ക് ചെയ്തിരുന്നത്, പല വേഷങ്ങളില്. അതില് യുധിഷ്ഠിരൻ രാജാവിനെ ചൂത് കളിക്കാനും ഒക്കെ എന്റർടൈൻ ചെയ്യുന്ന ഒരാളായിട്ട്, ഭീമന് അവിടുത്തെ കുക്കായിട്ട്, അവിടുത്തെ പാചകക്കാരനായിട്ട്, അർജുനൻ ഒരു പെൺവേഷം കെട്ടി രാജാവിന്റെ മകളെ ഉത്തരെ ഡാൻസ് പഠിപ്പിക്കുന്ന മാഷായിട്ട്, പിന്നെ ആരാണ്? നകുലൻ ഈ കുതിരകളെയൊക്കെ നോക്കുന്ന ആളും, സഹദേവൻ പശുക്കളെ മേയ്ക്കുന്ന ആളും, ദ്രൗപദി രാജ്ഞിയുടെ തോഴിയായിട്ടും. ഇങ്ങനെ അവര് 6 പേരും വിരാടന്റെ രാജ്യത്തായിരുന്നു ആ ഒരു വർഷം ജീവിച്ചത്. അതാണ് ഈ വിരാടൻ വാർ ടൈമില് പാണ്ഡവരുടെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്തു. പിന്നെ ആരെ കുറിച്ച് പറയുന്നു? ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, സാത്യകിക്ക് വേറൊരു പേരാണ് സാത്യകി എന്ന് മാത്രമേ ഉള്ളൂ. സാത്യകി അതിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാത്യകിയെ കൊല്ലാൻ സാധിച്ചില്ല. സാത്യകി ഈ 8 പേര് ബാക്കി അവശേഷിച്ചതിൽ സാത്യകിയുമുണ്ട്. പിന്നെ ദ്രുപദനെ ദ്രോണാചാര്യരാണ് കൊല്ലുന്നത്. പിന്നെ ദ്രൗപദേയാശ്ച, ദ്രുപദിയുടെ 5 മക്കള്, ഈ 5 പാണ്ഡവർക്കുണ്ടാകുന്ന 5 മക്കളാണ് ദ്രൗപദേ എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ ഉപപാണ്ഡവർ എന്ന് അവരെ വിളിക്കും. അപ്പൊ അവരെ എങ്ങനെയാ കൊന്നത്? അശ്വത്ഥാമാവാണ് കൊല്ലുന്നത്. വാറൊക്കെ കഴിഞ്ഞു, പാണ്ഡവര് ജയിച്ചു എന്ന് ഡിക്ലെയറും ചെയ്ത് കഴിഞ്ഞ്
അന്ന് രാത്രിയില് അശ്വത്ഥാമാവ് എന്ത് ചെയ്യും? ഈ പാണ്ഡവരുടെ ശിബിരത്തിൽ വന്ന് അവിടെയുള്ള എല്ലാവരും കിടന്നുറങ്ങുകയാണ്. പാണ്ഡവരവിടെ ഇല്ലായിരുന്നു. പാണ്ഡവര് കൗരവരുടെ ശിബിരത്തിൽ പോയി അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന ധനം എല്ലാം അവിടെ നിന്ന് ശേഖരിക്കാൻ വേണ്ടി അവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പോഴേ ഇവിടെ വന്ന് അശ്വത്ഥാമാവ് എല്ലാരെയും കൊല്ലും. അപ്പൊ പാണ്ഡവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പാണ്ഡവരുടെ 5 മക്കൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയായിരുന്നു. അവരെ എല്ലാം കൊല്ലും. എന്നിട്ട് അവരുടെ തലയും എടുത്തോണ്ട്, തല വെട്ടിയിട്ട് തലയും എടുത്തോണ്ട് പോയി ദുര്യോധനൻ മരിക്കാറായി കിടക്കുന്ന ദുര്യോധനനെ കൊണ്ട് കാണിക്കും. ഞാൻ പാണ്ഡവരെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലും. അപ്പൊ ദുര്യോധനൻ ഇങ്ങനെ തലകളിൽ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും അത് പാണ്ഡവരുടെ തലയല്ല, പാണ്ഡവരുടെ മക്കളുടെ തലയാണെന്ന്. അപ്പൊ കഷ്ടം, ഇങ്ങനത്തെ ഒരു ഹീനകൃത്യം നീ ചെയ്തല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ദുര്യോധനൻ മരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അശ്വത്ഥാമാവ് ഈ ദ്രൗപദിയുടെ പുത്രന്മാരെ കൊല്ലുന്നത്. പിന്നെ ആരാണ് ഉള്ളത്? ദ്രൗപദേയാശ്ച സുഭദ്രയുടെ മകൻ. സുഭദ്രയുടെ അർജുനന്റെയും കൂടെ മകനാണ്. സുഭദ്ര ആരാണ്? കൃഷ്ണന്റെ സഹോദരി അല്ലെ. സുഭദ്രയെ കല്യാണം കഴിച്ചത് അർജുനൻ. അപ്പൊ അർജുനന്റെ സുഭദ്രയുടെ മകനായ അഭിമന്യു ആണ് ഇവിടെ മഹാബാഹു എന്ന് പറയുന്നത്. അപ്പൊ ആ അഭിമന്യു മരിക്കും ഈ വോറില്. അങ്ങനെ എല്ലാവരും മരിക്കും. അതാണ് ഈ ഇതില് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അശ്വത്ഥാമാവ് മരിക്കുന്നതെന്നുള്ളത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഓർമ്മയുണ്ടോ? ആശാമാതാജിക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാ അല്ല അഭിമന്യു മരിക്കുന്നതെന്നുള്ള? ഓക്കെ. അപ്പം എങ്ങനെയാ അഭിമന്യു മരിക്കുന്നതെന്ന് വെച്ചാല് ഒരു 13ാമത്തെ ദിവസം വോറിന്റെ 13ാമത്തെ ദിവസം ദ്രോണാചാര്യര് ചക്രവ്യൂഹം എന്നുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് ആ സൈന്യത്തിനെ നിരത്തിയത്, ചക്രത്തിന്റെ ഒരു ഷേപ്പില്. എന്നിട്ട് ദ്രോണാചാര്യരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ യുധിഷ്ഠിരനെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത്, ചക്രത്തിന്റെ അകത്താക്കണം തന്നെ. എന്നിട്ട് എല്ലാവരും കൂടെ യുധിഷ്ഠിരനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അങ്ങനെ ചക്രവ്യൂഹം ഉണ്ടാക്കിയത്. ദ്രോണാചാര്യർക്ക് അറിയാം അർജുനന് മാത്രമേ ചക്രവ്യൂഹത്തിന്റെ അകത്ത് കയറാനും അത് ഭേദിച്ച് പുറത്തിറങ്ങാനും കഴിയുള്ളൂ എന്നുള്ളത്. വേറെ ആർക്കും കഴിയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും യുധിഷ്ഠിരനെ അകത്ത് കയറ്റുകയാണെങ്കിൽ യുധിഷ്ഠിരന് അതിന്ന് ഭേദിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ എന്ത് ചെയ്യും ദ്രോണാചാര്യരെന്ന് വെച്ചാല് ഈ സുശർമ്മനെ അർജുനനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന. അപ്പൊ ഒരു വശത്ത് അവര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചക്രവ്യൂഹത്തിന്റെ അകത്ത് യുധിഷ്ഠിരനെ കയറ്റാൻ ശ്രമിക്കും. അപ്പൊ യുധിഷ്ഠിരൻ ഇത് മനസ്സിലായോണ്ട് അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ കയറാൻ അറിയാം എന്നുള്ളത് യുധിഷ്ഠിരൻ അറിയാവുന്നതുകൊണ്ട് അഭിമന്യുയുടെ അടുക്ക പറയും, അഭിമന്യു നീ അകത്ത് കയറുക എന്ന് പറയും. അപ്പൊ അഭിമന്യു പറയും എനിക്ക് പുറത്തിറങ്ങാൻ അറിയില്ല, അകത്ത് കയറാനേ അറിയുള്ളൂ. അപ്പൊ യുധിഷ്ഠിരൻ പറയും സാരമില്ല, ഞാനും ഭീമനും എല്ലാം നിന്റെ പുറകെ തന്നെ അകത്ത് കയറാം, അപ്പൊ നീ അകത്ത് കയറാൻ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് അഭിമന്യു അറിഞ്ഞത് ഇതിന്റെ അകത്ത് കയറാൻ? എങ്ങനെയാ പഠിച്ചത്? അത് അഭിമന്യു സുഭദ്രയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത്, കുഞ്ഞായിട്ട് വയറ്റിലിരിക്കുന്ന സമയത്ത് അർജുനൻ ഒരു തവണ സുഭദ്രയുടെ അടുക്കല് ഇങ്ങനെ ചക്രവ്യൂഹത്തിൽ എങ്ങനെ കയറണമെന്നും എങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്നും പറഞ്ഞു കൊടുത്തു. പക്ഷേല് ഇത് എങ്ങനെ അകത്ത് കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അപ്പോഴത്തേക്ക് സുഭദ്ര ഉറങ്ങിപ്പോകും. അപ്പൊ എങ്ങനെയാണ് അത് ഭേദിച്ച് പുറത്തിറങ്ങേണ്ടത് എന്നുള്ളത് സുഭദ്ര കേട്ടില്ല. അത് കാരണം വയറ്റിലിരുന്ന കുഞ്ഞും അത് കേട്ടില്ല.
അതുകൊണ്ട് അഭിമന്യുവിന് അകത്ത് കയറാൻ അറിയാം, പുറത്ത് ഇറങ്ങാൻ അറിയില്ലായിരുന്നു. അപ്പം ഭീമനും യുധിഷ്ഠിരനും പറയും ഞങ്ങൾ നിന്റെ പുറകെ തന്നെയുണ്ട്, നീ കേറിക്കോളാൻ പറയും. അപ്പൊ അഭിമന്യു കയറും. ഇവര് രണ്ടുപേരും കയറാൻ വേണ്ടി പോകുമ്പം ജയദ്രഥൻ എന്ന് പറയുന്ന കൗരവരുടെ ഒരു യോദ്ധാവ് അവരെ തടയും, അവരെ അകത്ത് കയറ്റിയില്ല. അങ്ങനെ അഭിമന്യു തനിച്ചാകും ഈ ചക്രവ്യൂഹത്തിന്റെ അകത്ത്. അപ്പൊ 7 പേര് ഒന്നിച്ച് അഭിമന്യുമായിട്ട് ഫൈറ്റ് ചെയ്യും. അത് ഈ വാറിന്റെ യുദ്ധ റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ ഒരാളുമായിട്ടേ ഫൈറ്റ് ചെയ്യാവുള്ളൂ. പക്ഷെ ഇവര് 7 പേര് ഒന്നിച്ച് അഭിമന്യുമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നിട്ട് അഭിമന്യു വളരെ പവർഫുൾ ആയിട്ട് അവരെ ഫൈറ്റ് ചെയ്യും. പക്ഷെ അവര് വില്ലും അമ്പും എല്ലാം കളയും. പിന്നെ സാരഥിയെ കൊല്ലും, രഥത്തിനെ തന്നെ നശിപ്പിക്കും, ആ രഥത്തിന്റെ കുതിരയൊക്കെ കൊല്ലും. എന്നിട്ട് രഥമൊക്കെ നശിച്ചപ്പോ താഴെ ഇറങ്ങി സോഡ് വെച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും, വാള് വെച്ച്. അപ്പൊ ആ വാള് കണ്ടിച്ചിടും, ആ പരിചയം കണ്ടിരിക്കും. അപ്പൊ അഭിമന്യു ഓർക്കും കൃഷ്ണന് ഭീഷ്മരെ ഒരു രഥത്തിന്റെ വീലുമായിട്ട് പോയി ഫൈറ്റ് ചെയ്യുന്നത് ഓർമ്മ വരുമ്പം ആ രഥത്തിന്റെ വീലുമായിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ വീലും അവര് കണ്ടിച്ചിടും. അപ്പൊ പിന്നെ ഗദയായിട്ട് ദുശാസനന്റെ മകൻ ദുർജയനുമായിട്ട് ഗദ ഫൈറ്റ് ചെയ്യും. അങ്ങനെ അവര് ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും ബോധം കെട്ട് വീഴും. ഇപ്പൊ ദുർജയൻ ആദ്യം ബോധം തെളിയും. അപ്പൊ ആ ഗദ വെച്ച് അഭിമന്യുയുടെ തലക്കിടിച്ച് അഭിമന്യുയെ കൊല്ലും. അപ്പൊ ഇത് അറിഞ്ഞ അർജുനന് സുശർമ്മയായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതറിയും അഭിമന്യു മരിച്ചത്. അപ്പം അർജുനൻ ഒരു ശപഥമെടുക്കും. പിറ്റേ ദിവസം 14-ാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ ജയദ്രഥന്റെ തല വെട്ടും. അങ്ങനെ വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാന് അഗ്നിയിൽ ചാടി മരിക്കും എന്നൊരു ശപഥമെടുക്കും. എന്നിട്ട് പിറ്റേ ദിവസം കൗരവരെല്ലാരും ജയദ്രഥനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. ജയദ്രഥൻ ഒരു വിധത്തിൽ ജയദ്രഥന്റെ അടുത്ത് എത്താൻ അർജുനന് സാധിച്ചില്ല. അങ്ങനെ രാത്രിയാകാറായി, സന്ധ്യ വരെ ഉള്ളൂ ഫൈറ്റ്. അത് കഴിഞ്ഞാല് പിന്നെ രാത്രിയിൽ ഫൈറ്റ് ചെയ്യില്ല. അപ്പൊ സന്ധ്യ ആകാറാകുന്നു, ജയദ്രഥന്റെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല അർജുനന്. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്യും? കൃഷ്ണൻ സുദർശന ചക്രം വെച്ച് സൂര്യനെ മറയ്ക്കും. അപ്പൊ പെട്ടെന്ന് രാത്രി പോലെയാകും. അപ്പൊ കൗരവര് വിചാരിക്കും ഇന്നത്തെ വാറ് തീർന്നു, ഇനിയിപ്പൊ നമ്മൾക്ക് അർജുനൻ അഗ്നിയിൽ ചാടി വീഴുന്നത് കാണാം എന്ന് പറഞ്ഞ് അവര് ഭയങ്കര ആഹ്ലാദത്തില് അവരവരുടെ എല്ലാ ആയുധങ്ങളും താഴെയിട്ട് അവര് ആഘോഷിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് കൃഷ്ണൻ പറയും, ഞാന് എൻ്റെ സുദർശന ചക്രം മാറ്റുന്ന സ്ഥലം നോക്കി നീ ജയദ്രഥനെ കൊല്ലണം എന്ന് പറയും. എന്നിട്ട് സുദർശന ചക്രം വിഡ്രോ ചെയ്യും ഭഗവാന്. അപ്പം അർജുനൻ ജയദ്രഥനെ തല വെട്ടി, എങ്ങനെ ഒരു അമ്പയച്ച് ജയദ്രഥന്റെ തല വെട്ടി അത് താഴെ വീഴുന്നതിന് പകരം അത് ദൂരെ ഒരു സ്ഥലത്ത് കുരുക്ഷേത്രത്തിന്റെ ഒക്കെ പുറത്ത് ജയദ്രഥന്റെ അച്ഛൻ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അച്ഛന്റെ മടിയിൽ വന്ന് ഈ ജയദ്രഥന്റെ തല വന്ന് വീഴും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന ആള് ഇങ്ങനെ എന്തോ മടിയിൽ വീണു എന്ന് കാണുമ്പോ ഞെട്ടി ചാടി എണീക്കും. അപ്പൊ ആ തല നിലത്ത് വീഴും. ആ നിലത്ത് വീഴുമ്പം ഈ അച്ഛന്റെ തല 1000 കഷ്ണങ്ങളായിട്ട് പൊട്ടിത്തെറിക്കും. എന്താന്ന് വെച്ചാൽ ജയദ്രഥൻ ഉണ്ടായ സമയം ഒരു അശരീരി കേട്ടിരുന്നു, ഇത് വലിയൊരു യോദ്ധാവാകും, ഈ കുട്ടി വലുതാവുമ്പോൾ ഒരു വലിയ യോദ്ധാവാകും, പക്ഷെ ഒരു വളരെ വില്ലാളി വീരനായ ഒരാളായിരിക്കും ഇവന്റെ തല ഛേദിക്കുന്നത്, അങ്ങനെയായിരിക്കും കൊല്ലുന്നത് എന്ന് പറയുമ്പം അച്ഛന് ഒരു വരം കൊടുക്കും മകന്.
ആരാണോ നിന്റെ തല വെട്ടി നിലത്തിടുന്നത് അവരുടെ തല 1000 കഷ്ണമായിട്ട് പൊട്ടിത്തെറിക്കും എന്ന് ഒരു അനുഗ്രഹം കൊടുക്കും. അപ്പൊ എന്ത് ചെയ്തു? ഇത് അർജുനൻ അറിയാവുന്ന കൊണ്ട് ആ തല നിലത്തിടാതെ ഈ അച്ഛന്റെ തന്നെ മടിയിൽ കൊണ്ടുവിടും. അപ്പൊ ആ മടിയിൽ ഇടുമ്പോ ആ ആരോ അതിനെ എടുത്തോണ്ട് പോയി ആ അച്ഛന്റെ ലാപ്പിൽ കൊണ്ടിടും. അപ്പൊ അച്ഛന് ഇതറിയാതെ ചാടി എണീക്കുമ്പോഴ് അത് നിലത്ത് വീഴും. അപ്പൊ അച്ഛൻ കാരണമല്ലേ നിലത്ത് വീഴുന്നത്. അപ്പൊ അച്ഛന്റെ തല പൊട്ടിത്തെറിക്കും. അപ്പൊ അങ്ങനെയായിരുന്നു ജയദ്രഥനെ കൊന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന എന്താണ്? കൃഷ്ണന് ഓരോ സമയത്തും ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ, പാണ്ഡവരുടെ സൈഡില്. അങ്ങനെ പാണ്ഡവരെ ഓരോ നിമിഷവും അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് കൃഷ്ണനായിരുന്നു. ആ കൃഷ്ണനെയാണ് ദുര്യോധനൻ വലിയ കാര്യമാക്കി എടുക്കാഞ്ഞത്. ഇതാണ്. പിന്നെ ഏതാണ്? ശിഖണ്ഡിയുടെ കഥ അറിയാമല്ലോ അല്ലേ? അംബയായിരുന്നു കഴിഞ്ഞ ജന്മം ശിഖണ്ഡി. അപ്പം ഭീഷ്മര് അംബ, അംബിക, അംബാലിക എന്ന് പറയുന്ന 3 സഹോദരിമാരായിരുന്നു. അപ്പം കാശി രാജാവിന്റെ മക്കളായിരുന്നു. അപ്പൊ കാശി രാജാവ് അവർക്ക് കല്യാണത്തിന് സ്വയംവരം നിശ്ചയിച്ചു. അപ്പൊ സ്വയംവരത്തിന്റെ അവിടെ എന്താ സ്വയംവരത്തിന് ചെയ്യുന്ന? ഈ പെൺകുട്ടി കുറേ രാജാക്കന്മാര് വരും സ്വയംവരം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ഈ പെൺകുട്ടികള് വരമാലയുമായിട്ട് ഇങ്ങനെ നടന്ന് അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കഴുത്തിലിടാം. അതാണ് സ്വയംവരം. അപ്പൊ അങ്ങനെ സ്വയംവരത്തിന് അവര് വരുന്ന സമയത്ത് ഭീഷ്മദേവര് ഈ 3 പെൺകുട്ടികളെയും അപഹരിച്ചുകൊണ്ട് പോകും. അപ്പം കുറെ രാജാക്കന്മാര് ഫൈറ്റ് ചെയ്യാൻ വന്നവരെ എല്ലാം തോൽപ്പിച്ച് ഈ 3 പെൺകുട്ടികളെയും രഥത്തിലിട്ട് ഹസ്തിനപുരത്ത് പോകും. എന്തിനാണ്? അനിയനായ വിചിത്രവീര്യന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ അവിടെ എത്തുമ്പം അംബ എന്ന് പറയുന്ന മൂത്ത കുട്ടി പറയും, എനിക്ക് ഒരു രാജാവിനെ ഇഷ്ടമാണ്, ശല്യ എന്ന് പറയുന്ന രാജാവിനെ എനിക്ക് ഇഷ്ടമാണ്. ശല്യല്ല, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. സൽവ എന്ന് പറയുന്ന രാജാവിനെ എനിക്കിഷ്ടമാണ്. ഞങ്ങള് സ്വയംവര സമയത്ത് ഞാൻ അങ്ങേരുടെ കഴുത്തിൽ മാല ഇടാനിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങേർക്കും എന്നെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അങ്ങേരെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്ന് പറയുമ്പം ഭീഷ്മര് കുറെ ബ്രാഹ്മണരെയുമായിട്ട് തിരിച്ചുകൊണ്ട് സൽവയുടെ അടുത്ത് കൊണ്ടുവിടും. കുറച്ച് ബ്രാഹ്മണരുടെ അടുത്ത് കൂടെ കൊണ്ടുവിടും. ഭീഷ്മര് പോകില്ല, ഈ ബ്രാഹ്മണരുടെ ഒപ്പം ആ കുട്ടിയെ പറഞ്ഞു വിടും. ഇപ്പൊ സൽവയുടെ അടുക്ക ചെല്ലുമ്പോ സൽവ സ്വീകരിക്കില്ല. എന്താന്ന് വെച്ചാല് ഭീഷ്മരുടെ അടുക്കല് എതിർത്തതായിരുന്നു സൽവ. എന്നിട്ട് സൽവ തോറ്റു. അപ്പം അങ്ങനെ ക്ഷത്രിയര് തോറ്റതല്ലേ, ഒരു കുട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് തോറ്റതാ. അപ്പം ഞാൻ സ്വീകരിക്കില്ല, നീ തിരിച്ചു പോയിക്കോളാൻ പറയും. അപ്പം അംബ തിരിച്ചു പോകും. എന്നിട്ട് വിചിത്രവീര്യന് വേണ്ട എന്ന് പറയും. എന്താന്ന് വെച്ചാൽ ആ കുട്ടി വേറൊരു ആളെ ഇഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ ഭീഷ്മരുടെ അടുക്ക പറയും, നീ അപ്പൊ എന്നെ കല്യാണം കഴിക്കണം, നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത്, അപ്പൊ നീ കല്യാണം കഴിക്കണം എന്ന് പറയും. അപ്പൊ ഭീഷ്മര് ഒരു ശപഥം എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കില്ല എന്നുള്ളത്. അപ്പം കല്യാണം കഴിക്കില്ല എന്ന് പറയും. അപ്പം എന്താ, അംബയ്ക്ക് നല്ല വാശി വരും. അപ്പൊ എങ്ങനെയെങ്കിലും ഭീഷ്മരെ കൊല്ലണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തും. എന്നിട്ട് എല്ലാ രാജാക്കന്മാരുടെ അടുക്കലും ചെന്ന് ഭീഷ്മരെ കൊല്ലുമോ, വോർ ചെയ്ത് കൊല്ലാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു രാജാവിനും അതിനുള്ള ധൈര്യമില്ല. വെച്ചാൽ ഏറ്റവും പവർഫുൾ ആണ് ഭീഷ്മര്. ഒടുക്കം ആരോ പറയും പരശുരാമന്റെ അടുക്ക ചോദിച്ചാൽ നടക്കുമായിരിക്കും. എന്താ വെച്ചാൽ പരശുരാമനാണ് ഈ ആയുധകല പഠിപ്പിച്ചു കൊടുത്തത് ഭീഷ്മർക്ക്. പരശുരാമന്റെ അടുക്ക ചെല്ലാൻ പറയും.
അപ്പൊ പരശുരാമൻ ആദ്യം പറ്റില്ല എന്ന് പറയും. പിന്നെ കുറെ ബ്രാഹ്മണരെല്ലാം പറയും സഹായിക്കുക എന്ന് പറയുമ്പം ഭീഷ്മരുമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നിട്ട് 27 ദിവസം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒടുക്കം പരശുരാമനും തോൽവി സമ്മതിക്കും. അങ്ങനെയാണ് ഭീഷ്മരെ കൊല്ലാനേ സാധിച്ചില്ല. അപ്പൊ അമ്പ എന്ത് ചെയ്യും? ആദ്യം കാർത്തികേയനെ പ്രാർത്ഥിക്കും. അപ്പൊ കാർത്തികേയന് ഒരു നീല താമരയുടെ ഒരു മാല കൊടുത്തിട്ട് പറയും, ഇത് ആര് ധരിക്കുന്നോ അവർക്ക് ഭീഷ്മരെ കൊല്ലാൻ സാധിക്കും എന്ന് പറയും. അപ്പൊ ഈ മാലയും എടുത്തോണ്ട് പല രാജാക്കളുടെ അടുത്തും ചെല്ലും. ഈ മാല ധരിച്ചാൽ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും, പ്ലീസ് കൊന്ന് താന്ന് പറയുമ്പോ ആരും സമ്മതിക്കില്ല. പിന്നെ അപ്പോഴ് ഒടുക്കം ദ്രുപദ രാജാവിന്റെ അടുക്ക ചെല്ലും. അപ്പൊ ദ്രുപദനും സമ്മതിക്കില്ല. അപ്പൊ ദേഷ്യം വന്നിട്ട് അമ്പ ആ മാല എടുത്ത് എറിയുന്നത് ആ ഗേറ്റിന്റെ മുകളിലായി ആയി. അപ്പൊ ആരും ആ മാല തൊടില്ല. എന്ന് വെച്ചാൽ അവർക്ക് പേടി, പിന്നെ ഭീഷ്മരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ കിടന്നു. അത് വാടാത്ത ഒരു മാലയായിരുന്നു, പൂവ് വാടാത്തതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും അമ്പ പോകും. പിന്നെ അമ്പ പോയി ശിവനെ പ്രാർത്ഥിക്കും. അപ്പൊ ശിവനെ പ്രാർത്ഥിക്കുമ്പോ ശിവൻ അനുഗ്രഹിക്കും, നീ തന്നെ കൊല്ലും എന്ന് പറയും. അപ്പൊ പറയും, ഞാനൊരു പെണ്ണല്ലേ, ഞാൻ ആയുധകലയൊന്നും പഠിച്ചിട്ടില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ കൊല്ലും എന്ന് ചോദിക്കുമ്പോ പറയും, നിന്റെ അടുത്ത ജന്മം നീ കൊല്ലും എന്ന് പറയും. അപ്പൊ തന്നെ അവര് തന്നെ മരിക്കും. എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ ചാടിയോ എങ്ങനെയോ മരിക്കും അവര്. അങ്ങനെയാണ്. ഞാൻ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുണ്ടോ എന്ന്. അംബ കിൽഡ് ഹെർസെൽഫ് എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അംബ അങ്ങനെ മരിക്കും. എന്നിട്ട് അടുത്ത ജന്മം ദ്രുപദന്റെ മകളായിട്ട് ജനിക്കും. അപ്പൊ ദ്രുപദ മഹാരാജിന് മക്കളൊന്നുമില്ലായിരുന്നു. അപ്പൊ ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും ഉണ്ടായിട്ടില്ല. അപ്പൊ ദ്രുപദ രാജാവ് ശിവനെ പ്രാർത്ഥിക്കുമ്പോ ശിവൻ പറയും, എനിക്കൊരു മകനെ വേണമെന്ന് പ്രാർത്ഥിക്കുമ്പം ശിവൻ അനുഗ്രഹിക്കും. അപ്പൊ പക്ഷെ ഉണ്ടായത് ഒരു പെണ്ണായിരുന്നു. അപ്പൊ ദ്രുപദൻ ശിവന്റെ അടുക്ക പ്രാർത്ഥിച്ചിട്ട് പറയും, ഞാനൊരു പുത്രനെ വേണം എന്നാണല്ലോ ആഗ്രഹിച്ചത് എന്ന് പറയുമ്പം ശിവൻ പറയും, ഈ കുട്ടി ലേറ്റർ ഓൺ ഒരു ആണായി തീരും എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? ഈ രാജാവും രാജ്ഞിയും ആരെയും അറിയിക്കില്ല ഇത് പെണ്ണാണ് എന്നുള്ള, ഒരു ആണിനെ പോലെ വളർത്തും. അങ്ങനെ വളർന്ന് കല്യാണപ്രായമാകുമ്പോൾ ഒരു പെണ്ണിന് കല്യാണവും കഴിപ്പിച്ചു കൊടുക്കും. അപ്പൊ ആ പെണ്ണിന് മനസ്സിലാകും ഇതൊരു പെണ്ണാണ് എന്നുള്ളത്. അപ്പൊ ആ പെണ്ണ് ആ അച്ഛൻ്റെ അടുക്ക പറയും, രാജാവിന്, ഇവിടുത്തെ രാജാവാണെന്ന് ഞാൻ ഇപ്പൊ മറന്നുപോയി, ആ രാജാവിൻ്റെ അടുക്ക പറയും, ഇതൊരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പൊ ഈ രാജാവ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരും ഈ ദ്രുപദനുമായിട്ട്. അപ്പൊ ദ്രുപദൻ എന്ത് ചെയ്യണം എന്നറിയില്ല, നാണക്കേടായി പോയില്ലേ. അപ്പൊ ഈ ശിഖണ്ഡിനി എന്നായിരുന്നു പേരിട്ടിരുന്നത്. അപ്പൊ ശിഖണ്ഡിനി എന്ത് ചെയ്യും? ആ നാണക്കേട് കാരണം ശിഖണ്ഡിനി വനത്തിൽ പോകും. വനത്തിൽ പോകുമ്പോ അവിടെ ഒരു യക്ഷനെ കണ്ടുമുട്ടും. ആ യക്ഷനുടെ അടുക്കലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആണത്വം ഇവര് സ്വീകരിക്കും, അയാള് പെണ്ണത്വം സ്വീകരിക്കും. അങ്ങനെ അവരുടെ കരാർ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നീ ഈ രാജാവിനെ തെളിയിക്കണം, നീ ആണാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാല് തിരിച്ചു കൊണ്ടു കൊടുക്കാം എന്നായിരുന്നു കരാറ്. പക്ഷെ അതിൻ്റെ ഇടയില് ഈ യക്ഷന്റെ രാജാവ് ആരാണ്? കുബേരൻ. കുബേരനാണ് യക്ഷന്മാരുടെ രാജാവ്. അപ്പൊ കുബേരൻ അതുവഴി വരുമ്പം കുബേരന് ഈ യക്ഷന്റെ വീട്ടിൽ വരുമ്പോഴും മനസ്സിലാകും ഇതൊരു പെണ്ണായി മാറി എന്നുള്ളത്. അപ്പൊ കുബേരന് ദേഷ്യം വന്നിട്ട് ശപിക്കും, നീ എപ്പോഴും പെണ്ണായി തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പം അയാള് ഭയങ്കര ഇതൊക്കെ പറയുമ്പോ പറയും, ഓക്കെ, ഈ ശിഖണ്ഡി എന്ന് പറയുന്ന അവര് മരിക്കുന്നിടം വരെ നീ പെണ്ണായിട്ടിരിക്കും, ആ ശിഖണ്ഡി ആണായിട്ടിരിക്കും. അവര് മരിച്ചു കഴിയുമ്പം നിനക്ക് തിരിച്ച് ആണാകാൻ സാധിക്കും എന്ന് വരം കൊടുക്കും.
അപ്പൊ ഈ ശിഖണ്ഡി ഈ രാജാവിന് ബോധ്യമാകും, ഇത് ആണാണെന്ന് ബോധ്യമാകുമ്പോ സന്തോഷപ്പെട്ട് ആ രാജാവ് അങ്ങ് തിരിച്ചു പോകും. അപ്പൊ ശിഖണ്ഡി തിരിച്ച് യക്ഷന്റെ അടുക്ക പോയി തിരിച്ച് അയാളുടെ പുരുഷത്വം കൊടുക്കാൻ വേണ്ടി പോകുമ്പം പറയും, നീ തന്നെ വെച്ചോ, ഇങ്ങനെ എനിക്ക് ശാപം കിട്ടി എന്ന് പറയും. അങ്ങനെയാണ് ശിഖണ്ഡിയായത്. എന്നിട്ട് ഈ വോറില് ശിഖണ്ഡി അർജുനന്റെ മുമ്പ് നിൽക്കും. അർജുനനാണ് എന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഭീഷ്മരായിട്ട്. അങ്ങനെ ഭീഷ്മരെ കൊല്ലുകല്ല, വീഴ്ത്തിയിടും. എന്നിട്ട് ശരശയ്യയിൽ ഇങ്ങനെ കിടക്കും. അപ്പം ശിഖണ്ഡി കാരണം ആണ് ഭീഷ്മദേവര് മരിക്കാൻ ഇടവന്നത്. അതാണ്. ഇനി അപ്പൊ ഇന്നത്തെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന ലെസൺസ് എന്താണ്? ശിഖണ്ഡിയെ നോക്കിയേ, ജന്മങ്ങള് ഒരു ജന്മത്തിൽ മാത്രമല്ല ആ റിവെഞ്ച് വെച്ചോണ്ടിരുന്ന ആ പ്രതികാര ബുദ്ധി അടുത്ത ജന്മത്തിലും അത് ക്യാരി ഫോർവേഡ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മള് ഒരാളോട് അങ്ങനെ ദേഷ്യം വന്നാൽ നമ്മൾ ഒരു ജന്മമല്ല, നമ്മൾ എത്ര ജന്മങ്ങളാണ് വേസ്റ്റ് ചെയ്യുന്നത്. ഈ ഹ്യൂമൻ ലൈഫ് എന്തിനാണ്? ഓരോ പേർക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല അല്ലേ. നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താൻ ഉപയോഗിക്കേണ്ടതാണ് ഈ മനുഷ്യ ജന്മം. ആ മനുഷ്യ ജന്മം വെറുതെ വേസ്റ്റ് ആക്കുകയാണ്. ഓരോരുത്തവരോട് പ്രതികാര ബുദ്ധി. ആ ജന്മം മാത്രമല്ല, അത് നമ്മൾ അടുത്ത ജന്മത്തിലേക്കും അത് കൊണ്ടുപോകും. നമ്മളുടെ പ്രതികാരം ബുദ്ധി നമുക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ അടുത്ത ജന്മം കൂടി നമ്മൾ അത് ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത ജന്മവും ഈ ആളുമായിട്ട്, ആ ആത്മാവ്, ആ ആളിലുള്ള ആത്മാവുമായിട്ട് നമ്മൾക്ക് ആ അടുത്ത ജന്മം കൂടി ഒരു ബന്ധമുണ്ടാവും. അത് കാരണം നമ്മൾ വളരെ സൂക്ഷിക്കണം. ആരെങ്കിലും അടുക്കൽ നമ്മൾക്ക് വൈര്യം തോന്നുന്നത് നമ്മൾ അതിനു വേണ്ടി പ്രതികാരം ചെയ്യാനുള്ള പോകല്ല് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ പാണ്ഡവര് എല്ലാവരും വളരെ ഐക്യത്തോടായിരുന്നു. അവര് 5 പേർക്ക് 5 ക്വാളിറ്റീസ് ആയിരുന്നു ഉള്ളത്. പക്ഷെ അവര് 5 പേർ വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നെങ്കിലും അവര് വളരെ ഒത്തൊരുമയോടെയാണ് അവര് പ്രവർത്തിച്ചത്. യുധിഷ്ഠിരൻ ശരിക്കും ആയുധകലയിൽ വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു, വലിയ സാമർഥ്യമൊന്നുമില്ലായിരുന്നു. ഈ വോറില് അർജുനനും ഭീമനുമാണ് ഏറ്റവും ശത്രുക്കളെ കൊന്നത്. എന്നാൽ അർജുനനും ഭീമനും ഒരിക്കലും തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് രാജാവാകണമെന്ന്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ യുധിഷ്ഠിരയ്ക്ക് വേറെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, നല്ലോണം ഭരണം ചെയ്യാനുള്ള കഴിവൊക്കെ യുധിഷ്ഠിരനുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കില്ല. 5 വിരല് 5 തരത്തിലാണ് ഇരിക്കുന്നത് അല്ലെ. പക്ഷെ എല്ലാരും കൂടെ യുണൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു പ്രവൃത്തി ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ ഈ തമ്പിന് മാത്രം തോന്നുക എനിക്ക് ഇവരെ ആരുടെയും സഹായം വേണ്ട, ഞാൻ തമ്പ് തന്നെ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഈ തമ്പ് വെച്ച് മാത്രം നമ്മൾക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഈ 5 വിരലിന്റെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ യുണൈറ്റഡ് ആയിട്ട് നമ്മൾ ഒത്തൊരുമയോട് കൂടി വേണം എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ. എന്നാലേ നമ്മൾ സക്സസ്ഫുൾ ആകുള്ളൂ എന്നാണ് പാണ്ഡവരുടെ ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ മാതാജി. മാതാജി, എനിക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഈ കാശി രാജാവ് എന്ന് പറയണതേ ഇവര് മുത്തശ്ശനല്ലേ? ആരുടെ? ഈ പാണ്ഡവരുടെ. അല്ല അല്ല അല്ല. പാണ്ഡവരുടെ മുത്തച്ഛൻ എന്ന് പറയുന്ന അത് ശന്തനു മഹാരാജാവാണ് ഈ ഭീഷ്മരുടെ അച്ഛൻ. ഭീഷ്മരുടെ മകനാണ്, അല്ല, ശന്തനു മഹാരാജാവിന്റെ മകനായിരുന്നു ഭീഷ്മര്.
അത് കഴിഞ്ഞിട്ട് ഭീഷ്മര് ഗംഗാദേവിയിൽ നിന്നുണ്ടാകുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ശന്തനു മഹാരാജാവ് സത്യവതിയെ കല്യാണം കഴിക്കും. അപ്പൊ സത്യവതിയുടെ അച്ഛൻ്റെ അടുക്ക പ്രോമിസ് കൊടുക്കും, അവർക്കുണ്ടാകുന്ന മക്കളായിരിക്കും രാജ്യം ഭരിക്കാൻ പോകുന്നത്. അപ്പൊ ഭീഷ്മര് അത് സമ്മതിക്കും. ഭീഷ്മര് പറയും, എൻ്റെ അച്ഛനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, ഞാൻ രാജാവാകില്ല എന്ന് പറയും. അപ്പൊ പറയും, സത്യവതിയുടെ അച്ഛൻ ചോദിക്കും, അപ്പൊ നിന്റെ മകൻ ചിലപ്പോ രാജാവാകണം എന്ന് പറഞ്ഞാലോ എന്ന് പറയുമ്പോ പറയും, ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിലും നിനക്ക് കുട്ടി ഉണ്ടാകാമല്ലോ എന്ന് പറയുമ്പോ പറയും, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും, ഞാന് ഈ ജീവിതം കാലം മുഴുവനും ബ്രഹ്മചാരിയായിട്ട് കഴിഞ്ഞോളാം എന്ന് ശപഥമെടുക്കും. അങ്ങനെയാണ് ഭീഷ്മർ എന്നുള്ള പേര് വന്നത്. അത്രയും കഠോരമായ ഒരു ശപഥമെടുത്തുകൊണ്ടാണ് ഭീഷ്മർ എന്ന പേര് വന്നത്. അതിനു മുമ്പ് ദേവവൃതൻ എന്നായിരുന്നു പേര്. അങ്ങനെ ഭീഷ്മര് രാജ്യം ഭരിക്കുന്നില്ല. അപ്പൊ ശന്തനുവിന് സത്യവതിയിൽ നിന്നുണ്ടാകുന്നതാണ് വിചിത്രവീര്യനും ചിത്രഗതൻ എന്നും പറഞ്ഞ് 2 ആൺമക്കള്. അപ്പൊ ചിത്രഗതൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി. പിന്നെയുള്ള വിചിത്രവീര്യനാണ് അംബികയും അംബാലികയും കല്യാണം കഴിച്ചത്. പക്ഷേ അവർക്കും കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് വിചിത്രവീര്യനും മരിക്കും. അങ്ങനെ അംബികയ്ക്കും അംബാലികയ്ക്കും കുഞ്ഞുങ്ങളില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യത്തിന് തുടർന്ന് പോകാനുള്ളത് കൊണ്ട് വേറെ ആൾക്കാരിൽ നിന്ന് മക്കൾ ഉണ്ടാകാമെന്നുണ്ട്. അവര് വിചിത്രവീര്യന്റെ മക്കളായിട്ട് തന്നെ ജീവിക്കും. അങ്ങനെ അവർ വ്യാസദേവനിൽ നിന്ന് ഉണ്ടാകുന്നതാണ് വിചിത്രവീര്യന്റെ ഭാര്യമാർക്ക് പാണ്ഡു, ധൃതരാഷ്ട്രര് മൂത്തത്, അംബികയിൽ നിന്നുണ്ടാകുന്നതാണ് ധൃതരാഷ്ട്രര്. അപ്പൊ വ്യാസദേവനെ കാണുമ്പോഴ് ഭയങ്കര കാണാൻ കൊള്ളില്ല വ്യാസദേവനെ. എന്താന്ന് വെച്ചാൽ തപസ്സിൽ നിന്നാണ് വരുത്തിച്ചത്. അപ്പൊ ആ ജീർണിച്ച വേഷവും ഒക്കെ ആയിട്ട് വൃത്തികേടായിട്ടായിരുന്നു വന്നത്. അപ്പം അത് കാണുമ്പോ കണ്ണടച്ചിരുന്നു. അതുകൊണ്ട് അവർക്കുണ്ടായ മകന് ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണാൻ വയ്യാതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അംബാലികയ്ക്ക് ഒരു കുട്ടി വ്യാസദേവനിൽ നിന്നുണ്ടായതാണ് പാണ്ഡു. പിന്നെ സത്യവതി പറയും, ഒരു തവണയും കൂടി അംബികയുടെ അടുക്ക ചെല്ല്, എന്താന്ന് വെച്ചാൽ ഒരു ധൃതരാഷ്ട്ര കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് രാജാവാകാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒരാളെ രാജാവാകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ചോയ്സ് ഇല്ല. പാണ്ഡു മരിച്ചാൽ ഇനി വേറൊരാളില്ലല്ലോ. അതുകൊണ്ട് ഒരു തവണയും കൂടി അംബികയ്ക്ക് ഒരു കുട്ടിയെ കൊടുക്കാൻ പറയും. അപ്പൊ അംബിക കുറച്ച് മിടുക്കിയായി. അതുകൊണ്ട് അംബിക ഇനി ചെല്ലില്ല വ്യാസദേവന്റെ അടുത്ത് എന്നുള്ളതുകൊണ്ട് തോഴിയുടെ അടുക്ക പറയും, മെയ്ഡ് സെർവന്റിന്റെ അടുക്ക പറയും, നീ ചെല്ല വ്യാസദേവന്റെ അടുത്ത് എന്ന് പറയും. അങ്ങനെ ആ തോഴിക്കുണ്ടാകുന്ന മകനാണ് വിതുരൻ. അപ്പൊ അത് തോഴിയുടെ മകനായ കാരണം അവനും രാജ്യം ഭരിക്കാനുള്ള യോഗ്യതയില്ല. അങ്ങനെ പാണ്ഡു മാത്രമായി രാജാവാകാൻ. അപ്പൊ പാണ്ഡു രാജാവായി, പക്ഷേ പാണ്ഡുവും മരിച്ചു പോകും. അപ്പൊ ധൃതരാഷ്ട്രര് കെയർടേക്കർ രാജാവായി. എന്നിട്ട് യുധിഷ്ഠിരന് പ്രായപൂർത്തിയാകുമ്പോ രാജ്യം കൊടുക്കേണ്ടതാണ്. പക്ഷേ ധൃതരാഷ്ട്രർക്ക് ഭയങ്കര അത്യാഗ്രഹവുമായിരുന്നു. പിന്നെ ധൃതരാഷ്ട്രർക്ക് 100 മക്കളാണ് ഉണ്ടായത് ഗാന്ധാരിയിൽ നിന്ന്. അപ്പൊ ഈ 100 മക്കളിലെ മൂത്തത് ദുര്യോധനൻ. അപ്പൊ ദുര്യോധനന് കൊടുക്കണം രാജ്യം എന്നായിരുന്നു ധൃതരാഷ്ട്രരുടെ ആഗ്രഹം. ദുര്യോധനനും അതായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് അപ്പൊ യുധിഷ്ഠിരന് പ്രായമായപ്പം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2ആയിട്ട് വിഭാഗിച്ചു ഹസ്തിനപുരം. എന്നിട്ട് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സ്ഥലം യുധിഷ്ഠിരന് ഭരിക്കാൻ വേണ്ടി കൊടുത്തു. ഹസ്തിനപുരം ധൃതരാഷ്ട്രരും കൈവച്ചു. അപ്പൊ അവർക്ക് അതും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ദുര്യോധനൻ ചൂതുകളിക്ക് വിളിച്ചിട്ട് ശകുനിയുടെ സഹായത്ത്, ഗാന്ധാരി അമ്മാവനാണ്, ഗാന്ധാരിയുടെ ചേട്ടനാണ് ശകുനി. അപ്പൊ ശകുനിയുടെ സഹായത്തോടു കൂടി ഇവരെ ചൂതില് തോപ്പിക്കും. അങ്ങനെയാണ് ഈ 12 വർഷം വിടുന്നത്. തിരിച്ചു വരുമ്പോ 12 അല്ല 13 വർഷം. തിരിച്ചു വരുമ്പോഴ് രാജ്യം കൊടുക്കില്ല. അങ്ങനെ വോറ് വേണ്ടി വന്നു. ഇപ്പൊ മനസ്സിലായില്ലേ മാതാജിക്ക്?
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ നിർത്താം. നീ നാളെ ഇല്ല കേട്ടോ ക്ലാസ്. എന്നുവെച്ചാൽ നാളെ ഇവിടെ രഥയാത്രയാണ്. അപ്പൊ രാത്രിയാകും തീരുമ്പോഴ്. അപ്പൊ നാളെ ക്ലാസ് ഇല്ല. ഇനി സൺഡേ അല്ല, സൺഡേ ആണ് നാളെ. അല്ല, നാളെ സാറ്റർഡേ. അപ്പൊ സാറ്റർഡേ ഇല്ല, ഇനി സൺഡേ ഉള്ളൂ കേട്ടോ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. नित्याई गौर प्रेमानंदे. हरि हरि बोल. ഹരേ കൃഷ്ണ. രാവിലത്തെ ക്ലാസ് ഉണ്ടാവും. ഇപ്പൊ രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കയറാൻ കേട്ടോ. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറാൻ സാധിക്കുമെങ്കിൽ കയറുക രാവിലത്തെ ക്ലാസ്സിൽ. 10:30-ക്കാണ്. ഹരേ കൃഷ്ണ. 10:20-നാണ്. ഹരേ കൃഷ്ണ. കെടുത്തിയേക്കട്ടെ. ശരി.